ഹലോ ഗൈസ്, ദിസ് ഇസ് യുവർ രാഹുൽ ആൻഡ് ഇത്തവണ നമ്മൾ വീണ്ടും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലോട്ടാണ്. ഓക്കെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എക്സാം അടുത്തു. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ് അല്ലെങ്കിൽ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഏർലിയർ ഡിസ്കസ് ചെയ്തു. ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെയുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതൊക്കെ ഡിസ്കസ് ചെയ്ത് വരികയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ വിട്ടുപോകാൻ പാടില്ലാത്ത വേറൊരു കാര്യമാണ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഈ 2022 സിലബസ് വന്നതിന് ശേഷം അവരാദ്യമായിട്ട് റിവൈസ്ഡ് എഡിഷൻ ഇറക്കുന്നുണ്ട്. അത് ഇറക്കിയിരിക്കുന്നത് ജൂലൈ 2024 വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഓഗസ്റ്റ് 2022 ഇതിന്റെ ഫസ്റ്റ് എഡിഷൻ വന്നതിന് ശേഷം പിന്നെ എല്ലാം റീപ്രിന്റ് ആണ്. ഓക്കെ, ഈ റീപ്രിന്റിന് ശേഷം റിവൈസ്ഡ് എഡിഷൻ വന്നു. ഇത് പലരും ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എനിവേ, അപ്പോൾ ഈ റിവൈസ്ഡ് എഡിഷൻ വന്ന സമയത്ത് കുറച്ച് മേജർ ചേഞ്ചസ് വന്നിട്ടുണ്ട്. മേജർ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു 7 to 8 ക്വസ്റ്റ്യൻസ് ആഡ് ആയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിന് വേണ്ട രീതിയിൽ ചെറിയ ചെറിയ കോൺസെപ്റ്റുകൾ ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ മെയിനായിട്ട് വരുന്നത് ഞാൻ പോസ്റ്ററിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ, ഇപ്പോൾ ലീസിൽ ഒരു 5 ക്വസ്റ്റ്യനോളം ആഡ് ആയിട്ടുണ്ട്. ദെൻ റെക്ടിഫിക്കേഷൻ, കഴിഞ്ഞ തവണ ജൂൺ 2024 എക്സാമിന് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബുക്കിൽ റെക്ടിഫിക്കേഷനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ടും തലോടിയും പോകുന്നേ ഉള്ളൂ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടിപ്പിക്കൽ ഒരു റെക്ടിഫിക്കേഷന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അവര് ഡിസംബർ 2024 എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2016 സിലബസിൽ ഉണ്ടായിരുന്ന റെക്ടിഫിക്കേഷന്റെ ബേസിക്സും അതിന്റെ കുറച്ച് കോൺസെപ്റ്റുകൾ നമ്മൾ ഏതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴത്തെ 2022 സിലബസിലേക്ക് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ദർ ഇസ് എ ഹൈ ചാൻസ് ദാറ്റ് ക്വസ്റ്റ്യൻ ഷുഡ് കം ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ ടോപ്പിക്. ആൻഡ് നമ്മൾ റെക്ടിഫിക്കേഷൻ സോൾ പ്രൊപ്പറേറ്ററുടെ ഒക്കെ ഫൈനൽ അക്കൗണ്ട്സ് എടുക്കുന്ന സമയത്ത് അതിൽ റെക്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് കോൺസെപ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും കുറച്ച് ബേസിക്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അഗെയിൻ യൂട്യൂബിൽ വീഡിയോസ് റെക്ടിഫിക്കേഷനെ പറ്റിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ജൂൺ 24 ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്ന വീഡിയോയിൽ റെക്ടിഫിക്കേഷനെ പറ്റി അഗെയിൻ പറയുന്നുണ്ട്. ആൻഡ് അഗെയിൻ നമുക്കിവിടെ റെക്ടിഫിക്കേഷന്റെ ആ ഒരു ഏരിയ എത്തുന്ന സമയത്ത് നമുക്ക് അതിന്റെ കുറച്ചുകൂടി ബേസിക്സും അതിൽ കവർ ചെയ്തിരിക്കുന്ന ബേസിക്സ് എന്തായാലും നമുക്ക് റെഗുലർ ക്ലാസ്സിൽ എടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെയും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റെക്ടിഫിക്കേഷൻ ഉണ്ട്. റെക്ടിഫിക്കേഷനിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇല്ലസ്ട്രേഷൻസ് ഉണ്ട്. അതൊന്നും വലിയ ഇല്ലസ്ട്രേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. ആൻഡ് അതിലത്തെ ഒരെണ്ണം മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, മോക്കിൽ ചോദിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, ഇപ്പൊ ലീസ് ഉണ്ട്, റെക്ടിഫിക്കേഷൻ ഉണ്ട്, പിന്നെ ബിൽസ് ഓഫ് എക്സ്ചേഞ്ചിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്. ബട്ട് നമ്മളുടെ ക്ലാസ്സിലത്തെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അറിയും. അത് ഞാൻ തന്നിരിക്കുന്ന എൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഓൾറെഡി ഉള്ളതാണ്. അത് ഒരു CA മെറ്റീരിയലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ എടുത്തിരിക്കുന്നതാണ്. എൻ്റെ ആ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെയുള്ളത് ലാസ്റ്റ് ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് AS16 ഒരു ക്വസ്റ്റ്യൻ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, 1-2 ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് അവിടെ നോക്കാം. ഓക്കെ, അപ്പോൾ ലീസ് അക്കൗണ്ടിങ്, റെക്ടിഫിക്കേഷൻ, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, AS16. അതിൽ റെക്ടിഫിക്കേഷനിലാണ് ഇൻക്ലൂഡിങ് കോൺസെപ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. ലീസിൽ കോൺസെപ്റ്റ് ഉണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. റെക്ടിഫിക്കേഷൻ അറിയാത്തവർക്ക് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ന്യൂ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബിൽ ഓഫ് എക്സ്ചേഞ്ച് പിന്നെ ഓൾറെഡി പഠിച്ചവർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇറ്റ്സ് സിമിലർ ടു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് A16 ഓൾസോ. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നേരെ ലീസിന്റെ ഒരു 5 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞത് ആകെ എല്ലാം കൂടി ഒരു 2.5 hours ഉണ്ടാവുള്ളൂ. ബട്ട് ഇതൊന്നും ഞാൻ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് വരുന്നൊന്നും അവകാശപ്പെടില്ല. ചെയ്ത് പഠിക്കും. നമുക്ക് പോസിബിലിറ്റി ഉള്ള ഏരിയാസ് കവർ ചെയ്തിട്ട് പോകും. അപ്പോൾ അവരൊരു പുതിയ ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തുകൊണ്ടാണ്? പലരും അത് നോക്കിയിട്ടുണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ ചിലപ്പോൾ അവർ ചോദിക്കും. ചിലപ്പോൾ അവരെന്ത് വിചാരിക്കും, ഇത് പുതിയതായതുകൊണ്ട് എല്ലാവരും നോക്കിയിട്ടുണ്ടോ, അതൊന്നും ചിലപ്പോൾ ചോദിക്കുന്നില്ല എന്നുകൊണ്ട് ചോദിക്കാതെയും ഇരിക്കാം. ബട്ട് നമ്മൾക്ക് എക്സാം ഹാളിൽ സംഭവിക്കാൻ പറ്റുന്ന റിസ്ക് കുറയ്ക്കാനുള്ള എല്ലാ വഴികളും ചെയ്യാം. അതല്ലേ ആദ്യം ചെയ്യേണ്ടത്. മെറ്റീരിയലത്തെ ക്വസ്റ്റ്യൻസ് ഫുള്ള് കവർ ചെയ്യുക, പുതിയ മോക്ക് ടെസ്റ്റുകൾ കവർ ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുക, പുതുതായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുക. ഇത് നോക്കുക, പിന്നെ വരുന്നവിടെ വെച്ച് കാണാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുക. ആൻഡ് ഇത് തന്നെ വരും, ഇതത്തെ 10 മാർക്കിന് വരും, 15 മാർക്കിന് വരും, ഒന്നും ഞാൻ അവകാശപ്പെടില്ല. നിങ്ങൾക്കിത് വാല്യൂഡ് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കാണും. പുതിയ ക്വസ്റ്റ്യൻസ് ആണ്, മേ ബി ദർ ഈസ് എ ചാൻസ്. ഇനി നിങ്ങൾ ജ്യോതിഷമൊക്കെ നോക്കി വരില്ല എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്ന ദിവ്യ ശക്തി ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വരില്ല എന്ന് പറഞ്ഞിട്ട് യു മേ ലീവ്. ഓക്കെ, നോട്ട് ആൻ ഇഷ്യൂ. ഓക്കെ, അപ്പോൾ പറഞ്ഞത് മാത്രം കാണുന്നതായിരിക്കും ബെറ്റർ. ഇനിയിപ്പോൾ ഇതിൽ കൂടുതലൊന്നും ഞാൻ പറയണമെന്ന് വിചാരിക്കണില്ല. അപ്പോൾ നേരെ നമുക്ക് ലീസിലേക്ക് പോകാം. എടാ, അപ്പോൾ എല്ലാവരും ലീസ് അക്കൗണ്ടിങ് ഒരുവിധമെങ്കിലും ബേസിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കണം. നമുക്കിപ്പോൾ ഒരു ഇല്ലസ്ട്രേഷൻ 1 and 2 ഓൾറെഡി മെറ്റീരിയൽ ഉള്ളതായിരുന്നു. ഓക്കെ,
3, 4, 5, 6, 7 ഈ 5 ക്വസ്റ്റ്യൻ ആണ് ആഡ് ആയിരിക്കുന്നത്. അപ്പൊ അതില് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആദ്യം വരുന്നത്, ഇനി ലീസിന്റെ ഒക്കെ കഥ പറയാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും, നോക്കാം. ഇല്ലസ്ട്രേഷൻ 3 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സെയിൽ ആൻഡ് ലീസ് ബാക്ക് എന്ന് പറഞ്ഞതിനെ പറ്റി വന്നിരിക്കുന്ന ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക്? ഓക്കെ, ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റിനെ ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് വേറൊരാൾക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, ബട്ട് ഉപയോഗിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കും. ആൻഡ് അതിൽ തന്നെ 2 ടൈപ്പ് ലീസുകളുണ്ട്, ഫൈനാൻസ് ലീസ്, ഓപ്പറേറ്റിംഗ് ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ നമ്മൾ അതിന്റെ ബേസിക്സിൽ പഠിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ ഇല്ലസ്ട്രേഷൻ 3 അഡീഷണൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ സെഷൻ നമ്മൾ ഇറക്കിയിരിക്കുന്നത്. ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യൻ സെയിൽ ആൻഡ് ലീസ് ബാക്കിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും 2 പാർട്ടി ഉണ്ട് എന്ന് വിചാരിക്കുക. സ്ക്രീന് ഡിലേ ഉണ്ടാവും, ഇല്ല, ഓക്കെ. എയും ബിയും 2 പാർട്ടീസ്. എയുടെ അടുത്ത് ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. പ്രോപ്പർട്ടിക്ക് പി എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, പി പ്രോപ്പർട്ടി. ഇതിനെ ബിക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്താണ് ട്രാൻസ്ഫർ? ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സെല്ല് ചെയ്യും. എ ബിക്ക് ഈ പ്രോപ്പർട്ടി സെല്ല് ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലംസ് ആയിട്ടുള്ള ഒരു എമൗണ്ട് വാങ്ങിക്കും. ഇപ്പോൾ ഒരു 1 കോടി രൂപയോ വാട്ടെവർ 80 ലാക്കോ 70 ലാക്കോ എത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ അസറ്റ് വിൽക്കുന്നതിന് ഒരു എമൗണ്ട് നിങ്ങൾ തിരിച്ചു വാങ്ങിക്കും ലംസമായിട്ട്. എന്നിട്ട് അതിന് പുറമെ ബിയുടെ കയ്യിൽ നിന്ന് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ട് അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി തിരിച്ച് എക്ക് തന്നെ യൂസ് ചെയ്യാൻ തരൂ. എ ഇതിനെ മന്ത്ലി ലീസ് റെന്റിൽ തരാം അല്ലെങ്കിൽ ആനുവലി ലീസ് റെന്റിൽ തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടും. ഓക്കെ, അപ്പൊ എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്യുന്നുണ്ടാവുക? ഇപ്പോൾ എയെ സംബന്ധിച്ച് മേ ബി ഫണ്ടിന്റെ ഷോർട്ടേജ് ഒക്കെ ഉണ്ടാവും. നല്ലൊരു ഹ്യൂജ് ക്യാപിറ്റലോ അല്ലെങ്കിൽ ക്യാഷോ എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇവർക്ക് ഈ അസറ്റ് ഉപയോഗിക്കുകയും വേണം, എന്നാൽ ക്യാഷും വേണം. അപ്പൊ എന്ത് ചെയ്യും? അസറ്റിനെ വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുതിയൊരു അസറ്റ് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം മറ്റേയാളെ സംബന്ധിച്ച് ബിയുടെയിൽ നിറയെ ക്യാഷ് ഉണ്ട്, ബിക്ക് ഒരു ആനുവൽ ഇൻകം ആണ് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യും? ഇവർ തമ്മിലൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ അവർ ഏർപ്പെട്ടിട്ട് അവരൊരു തീരുമാനത്തിലെത്തും. ഓക്കെ, എയുടെ കയ്യിൽ നിന്ന് ബി ഈ അസറ്റിനെ വാങ്ങിക്കും. എന്നിട്ട് ബി ഈ അസറ്റിനെ ആനുവൽ റെന്റലിന് അല്ലെങ്കിൽ ലീസിന്, ആനുവൽ ലീസിന് വേണ്ടി ഇതിനെ തിരിച്ച് എക്ക് തന്നെ കൊടുക്കും. ഇതാണ് സെയിൽ, എ ടു ബി സെയിൽ ആൻഡ് ലീസ് ബാക്ക്. ഞാനത് കൊടുക്കുക എന്നിട്ട് ലീസ് ബാക്ക്. ഇപ്പൊ ഇവിടെ എയുടെ പൊസിഷൻ എന്താ? എക്ക് ഇപ്പൊ ശരിക്കും 1 CR ഒരു പ്രോപ്പർട്ടി 1 കോടി രൂപയ്ക്ക് ബിക്ക് വിറ്റു എന്ന് വിചാരിക്കുക. ബുക്സിൽ എത്രയായിരുന്നോട്ടെ അതിന്റെ കേസിലോട്ടാണ് നമ്മൾ താഴെ വരുന്നത്. കയ്യിലുള്ള 1 കോടി രൂപയുടെ പ്രോപ്പർട്ടി ഞാനിപ്പോ ബിക്ക് വിറ്റു എന്ന് വിചാരിക്കുക. കയ്യിൽ ലംസമായിട്ട് 1 കോടി കിട്ടും. ഇനി എന്ത് ചെയ്താൽ മതി? ബിയുടെ കയ്യിൽ നിന്ന് അതിനെ ലീസ് ബാക്കിന് വാങ്ങിക്കുന്ന സമയത്ത് ഇതിന് മന്ത്ലി തന്നെ വരണം. ആനുവലി മേ ബി സേ 10 lakh ഫോർ 12 ഇയേഴ്സിന് കൊടുക്കേണ്ടി വരും എന്ന് വിചാരിക്കുക. ഇപ്പൊ എയുടെ ആവശ്യത്തിന് ഒരു 1 CR കയ്യിൽ കിട്ടി, ബട്ട് ആനുവലി 10 ലക്ഷം വെച്ച് തിരിച്ച് ലീസ് റെന്റൽ പോലെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 12 കൊല്ലോ 10 കൊല്ലോ എങ്ങനെ വാട്ടെവർ. കോൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. ഇതിലത്തെ ഫിഗേഴ്സിനൊന്നും നിങ്ങൾ ബോധർ ചെയ്യണ്ട. അപ്പൊ ഒന്നുകൂടി, ഞാൻ സെയിൽ ചെയ്യണം, പൈസ കിട്ടണം, ദെൻ ആ പ്രോപ്പർട്ടി എനിക്ക് തന്നെ തിരിച്ച് ഉപയോഗിക്കാനും തരണം. ഇപ്പൊ നിങ്ങളുടെ അടുത്തൊരു ഫോൺ ഉണ്ട്, നിങ്ങൾക്ക് വിൽക്കണം എന്നില്ല, ഫോണിനെ വേറൊരാൾക്ക് വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി വിൽക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ക്യാഷിന്റെ ആവശ്യം നിങ്ങൾ തീർത്തു, എന്നിട്ട് എന്ത് ചെയ്യാണ്? തിരിച്ചതിനെ ഉപയോഗിക്കാൻ വാങ്ങിക്കുന്നതിന് നിങ്ങളൊരു എമൗണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. നല്ല കോൺസെപ്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ മെറ്റീരിയലിൽ ഇതിന്റെ കോൺസെപ്റ്റിനെ പറ്റി പറയുന്നുണ്ട്, ബട്ട് ചെറിയൊരു ചുരുക്കിയിട്ടാണ് പറയുന്നത്. ഇവിടെ പോയി സെയിൽ ആൻഡ് ലീസ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് സെയിൽ ആൻഡ് ലീസ് ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റ് പറയുന്നുണ്ട്, ബട്ട് അതിനെ നമ്മൾ കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആക്കിയിട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ CAയുടെ ഇന്ററിന്റെ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഇത് CA ഇന്റർ മെറ്റീരിയലിന്റെ ഒരു പോർഷനാണ്. ഓക്കെ, CA ഇന്റർ മെറ്റീരിയലിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യന്റെ ബേസിക്സിന് വേണ്ട എല്ലാ തരത്തിലുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ലൈൻസും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ നിന്ന് എടുത്തത്. അപ്പോൾ ഈ സെയിൽ ആൻഡ് ലീസ് ബാക്കിൽ അക്കൗണ്ടിങ് വരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ അക്കൗണ്ട് ചെയ്യേണ്ടത്, അതാണ് നോക്കേണ്ടത്. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത്, നേരത്തെ പറഞ്ഞ പോലെ ലീസില് ഫൈനാൻസ് ലീസും ഉണ്ട്, ഓപ്പറേറ്റിംഗ് ലീസും ഉണ്ട്. ഇതറിയുമല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ സെയിൽ ചെയ്യുന്ന സാധനം തിരിച്ചു വരുന്ന സമയത്ത് അത് ഓപ്പറേറ്റിംഗ് ലീസാണോ ഫൈനാൻസ് ലീസാണോ എന്ന് അറിയണം. ഫൈനാൻസ് ലീസാണെന്ന് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷനൊക്കെ നമ്മൾ ബേസിക്സിൽ ഓൾറെഡി പറയുന്നത് അതിന്റെ 90%-നേക്കാൾ കൂടുതൽ
സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ആരാണ് ഉപയോഗിക്കുന്നത് നോക്കിയിട്ടൊക്കെയാണ് തീരുമാനിക്കുക. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നെ പറയും, ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ അവർ പറയും നിങ്ങൾ സെയിൽ ചെയ്യുന്നു ആൻഡ് തിരിച്ച് ഫൈനാൻസ് ലീസാണ് തരുന്നത് ഓർ ഓപ്പറേറ്റിംഗ് ലീസാണ് തരുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നെ പറയും. അപ്പോൾ അത് നോക്കിയാൽ മതി. അപ്പോൾ സെയിൽ ചെയ്യുന്നതും തിരിച്ച് ലീസ് ചെയ്യുന്ന സമയത്ത് ഇത് ഏത് ടൈപ്പ് ലീസാണെന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, അതിരിക്കട്ടെ. ഇനി ഇതിന്റെ കോൺസെപ്റ്റിലേക്ക് പോകാം. സെയിൽ ആൻഡ് ലീസ് ബാക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അക്കൗണ്ടിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട്. AS 19 പറയുന്നത്. AS 19 സിറ്റുവേഷൻ നമ്പർ 1 ഇതിനെ വെച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ 3 ഇന്റർപ്രറ്റ് ചെയ്യാൻ. വേർ സെയിൽ ആൻഡ് ലീസ് ബാക്ക് റിസൾട്ട്സ് ഇൻ ഫൈനാൻസ് ലീസ്. A Bക്ക് കൊടുത്തിട്ട് സെയിൽ ചെയ്തു, B തിരിച്ച് ഇങ്ങോട്ടേക്ക് ഫൈനാൻസ് ലീസാണ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? The excess or deficiency of sale proceeds over the carrying amount should be deferred and amortized over the lease term in proportion to the depreciation of the lease asset. നിങ്ങൾക്ക് ആ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈനാൻസ് ലീസിനെ ബേസ് ചെയ്തിട്ടല്ല, എന്നാലും ഞാൻ പറയാം. എയുടെ ബുക്കിൽ 80 ലക്ഷം വില ഉണ്ടായിരുന്ന ഒരു അസറ്റ് ആണെന്ന് വിചാരിക്കുക. ഇതിനെ വിറ്റത് 90 ലക്ഷത്തിനായിക്കോട്ടെ ഓർ 70 ലാക്സിന് ലോസിലായിക്കോട്ടെ, നിങ്ങൾക്ക് അതിൽ വരുന്ന പ്രോഫിറ്റോ ലോസോ ലീസ് പീരീഡിലോട്ട് നിങ്ങൾ അപ്പോർഷൻ ചെയ്യണം ഓൺ ദി പ്രൊപ്പോർഷൻ ഓഫ് ഡിപ്രീസിയേഷൻ. നിങ്ങൾ ഈ അസറ്റ് കൈവശം വെച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഡിപ്രീസിയേഷൻ എത്ര കൊടുത്തിട്ടുണ്ടാവുമായിരുന്നു, ആ പ്രൊപ്പോർഷനിൽ എന്ത് ചെയ്യണം, അപ്പോർഷൻ ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത് ഫൈനാൻസ് ലീസ് ആണെങ്കിൽ. സെക്കൻഡ് കേസ് ഇതാണ്. നമ്മൾക്ക് ആ തേർഡ് ക്വസ്റ്റിന് വേണ്ട കാര്യം ഇതാണ്. സിറ്റുവേഷൻ 2 വേർ സെയിൽ ആൻഡ് ലീസ് ബാക്ക് റിസൾട്ട്സ് ഇൻ ഓപ്പറേറ്റിംഗ് ലീസ്. ഞാൻ ആ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ക്വസ്റ്റ്യനിൽ അവിടെ താഴെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് ദ ലീസ് ബാക്ക് ഈസ് ആൻ ഓപ്പറേറ്റിംഗ് ലീസ് പറയുന്നുണ്ട്. അപ്പൊ ആ കേസാണ് നമ്മൾ നോക്കേണ്ടത്. ഫൈനാൻസ് ലീസ് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. ഇതില് 3 കേസ് പറയുന്നുണ്ട്. ആ 3 കേസിനെ ബേസ് ചെയ്തിട്ടാണ് അതിൽ 5 6 7 കേസസ് താഴെ ഓരോ സിറ്റുവേഷനിൽ പറയുന്നുണ്ട്. ഓരോ നോക്കാം. കേസ് 1 സെയിൽ പ്രൈസ് ഈസ് ഈക്വൽ ടു ഫെയർ വാല്യൂ. ഇപ്പോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് WDV, എന്താണ് ഫെയർ വാല്യൂ, എന്താണ് സെയിൽ പ്രൈസ്. ഇത് 3 മനസ്സിലാക്കുക. WDV എന്ന് പറയുന്നത് നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ, എയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ അന്നുള്ള ബുക്കിന്റെ കോസ്റ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ. ആസ് യൂഷ്വൽ എല്ലാവർക്കും അറിയുന്നതാണ്. അതിന്റെ ബുക്ക് വാല്യൂ, നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത്, ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ടുള്ള നമ്മൾ ആ സെയിൽ നടത്തുന്ന സമയത്തുള്ള അതിന്റെ ബുക്ക് വാല്യൂ. ഫെയർ വാല്യൂ എന്ന് പറയുന്നത് ആ അസറ്റിന്റെ അന്നത്തെ മാർക്കറ്റ് വാല്യൂ എന്ന് വേണമെങ്കിൽ പറയാം. മേ ബി മാർക്കറ്റ് വാല്യൂവിൽ അവർക്ക് വിൽക്കാം, വിൽക്കാതിരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. മേ ബി സെയിൽ ചെയ്യുന്നതിനെ മാർക്കറ്റ് വാല്യൂവിൽ വിൽക്കണമെന്ന് നിർബന്ധമില്ല. അവരെന്തുകൊണ്ടാണ്, ഉള്ളിൽ വേറൊരു അഡ്ജസ്റ്റ്മെന്റ് കൂടിയുണ്ട്, സെയിൽ ലീസ് ബാക്ക് കൂടിയുണ്ട്. അപ്പൊ ലീസ് ബാക്ക് അവിടെ ഉള്ളത് കൊണ്ട് സെയിൽ വാല്യൂവിൽ ചിലപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാം. ചിലപ്പോൾ കൂട്ടി കാണിക്കാം, ചിലപ്പോൾ കുറച്ച് കാണിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഇവർ ഈ 3 കേസിൽ എങ്ങനെ അക്കൗണ്ട് ചെയ്യണമെന്ന് അവർ എടുത്തു പറയുന്നത്. മൂന്നാമത്തെ സെയിൽ പ്രൈസ് ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ്. ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് ഇവൻ ദോ ഫെയർ മാർക്കറ്റ് വാല്യൂ ഡിഫറെന്റ് ആണെങ്കിൽ പോലും ഇവർക്ക് തോന്നിയ വിലയ്ക്ക് ഇവർക്ക് വിൽക്കുക വാങ്ങുക ചെയ്യാം. ഇവരപ്പോ അങ്ങനെ ഡിഫറെന്റ് മൾട്ടിപ്പിൾ കേസസിൽ സെയിലും പർച്ചേസും ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ അക്കൗണ്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ WDV, റിട്ടേൺ ഡൗൺ വാല്യൂ, ബുക്കിലുള്ള വാല്യൂ. ഫെയർ വാല്യൂ ആ അസറ്റിന് അന്നത്തെ മാർക്കറ്റ് വാല്യൂ ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ദെൻ ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് അവർ ഫെയർ മാർക്കറ്റ് വാല്യൂവിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ ഈ GST സെക്ഷൻ 15 പറയുന്നത് പോലെ വാല്യൂ കണ്ടുപിടിക്കാൻ അൺറിലേറ്റഡ് പേഴ്സൺസ് തമ്മിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നടക്കുന്ന ട്രാൻസാക്ഷൻ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ തീരുമാനിക്കാം. അപ്പൊ അതുപോലെ സെല്ലിംഗ് പ്രൈസും ഫെയർ മാർക്കറ്റ് വാല്യൂയും സെയിം ആവണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ ആവാം. ഓക്കെ, അപ്പൊ അത് വിടും. അപ്പോ സെയിൽ പ്രൈസ് അന്നത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂവിൽ തന്നെയാണ് വിറ്റത് എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഇമ്മീഡിയറ്റ്ലി. സി നോക്കൂ, ഫോർ എക്സാമ്പിൾ ബുക്കിൽ 80 രൂപയുള്ള ഒരു അസറ്റ്, അതിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ 100 ലക്ഷം, 1 CR ആണെന്ന് വിചാരിക്കുക. ആക്ച്വൽ സെല്ലിംഗ് പ്രൈസും 1 CR ആണെന്ന് വിചാരിക്കുക. ഡയറക്ട്ലി റെക്കഗ്നൈസ് ദാറ്റ് 20 lakh പ്രോഫിറ്റ്. ബുക്സിൽ 80 ലക്ഷം രൂപയുടെ അസറ്റ് ഉണ്ടായിരുന്നു, ഫെയർ മാർക്കറ്റ് വാല്യൂ 1 കോടി രൂപയാണ്. 1 കോടി രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 20 ലക്ഷം രൂപ അന്ന് തന്നെ പ്രോഫിറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുക. ഇനി ഇത് 80 ലക്ഷം രൂപയുടെ ലോസ് ആണെന്നുണ്ടെങ്കിൽ, ഫെയർ മാർക്കറ്റ് വാല്യൂ ഇതിനേക്കാൾ കുറവാണ്, നിങ്ങൾ സെയിൽ ചെയ്യുന്ന സമയത്ത് അതിന്റെ വില കുറവാണെന്നുണ്ടെങ്കിൽ ലോസ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഇമ്മീഡിയറ്റ്ലി. അതാണ് ഇവിടെ പറയുന്നത്. പ്രോഫിറ്റ് ആണെങ്കിലും ശരി, ലോസ് ആണെങ്കിലും ശരി, ഇഫ് യു ആർ ഡൺ അറ്റ് ഫെയർ മാർക്കറ്റ് വാല്യൂ, ദെൻ പ്രോഫിറ്റ് ഓർ ലോസ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഇമ്മീഡിയറ്റ്ലി. ഇതാണ് ആദ്യത്തെ പോയിന്റ്. ദെൻ കേസ് അടുത്തത്
ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ താഴ്ത്തിയിട്ട് ഇവർ സെയിൽ ചെയ്യും ചിലപ്പോൾ. എന്ത് ചെയ്യും? ഓക്കെ, എന്തായാലും അവൻ എനിക്ക് തിരിച്ചു തരാൻ പോണതല്ലേ, അവൻ എന്തായാലും അതെനിക്ക് ലീസ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് തരാൻ പോകുന്നുണ്ട്, അപ്പൊ ശരി എന്ന് പറഞ്ഞ് ചില കേസസിൽ മാർക്കറ്റ് വാല്യൂവിനേക്കാളും താഴെ ഞാൻ ചിലപ്പോൾ സെയിൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. എയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് പറയുന്നത്. എയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിലപ്പോൾ പ്രൈസ് താഴ്ത്തി സെയിൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഇമ്മീഡിയറ്റ്ലി. വെയിറ്റ്, പ്രാക്ടിക്കൽ സൈഡ് നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ഇത് പറഞ്ഞുതരാം. ഹൗവർ, if the loss is compensated by future lease payments at below market price, it should be deferred and amortized in proportion to the lease payments over the period for which asset is expected to be used. അതായത് മാർക്കറ്റ് വാല്യൂവിനേക്കാളും താഴെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലി ഇയാൾക്കൊരു നഷ്ടം വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ്, എല്ലാ സമയത്തും നഷ്ടം വരുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 80 രൂപ WDV, ഫെയർ മാർക്കറ്റ് വാല്യൂ 80 തന്നെയാണെന്ന് വിചാരിക്കുക. പക്ഷെ നിങ്ങൾ താഴ്ത്തി വിൽക്കുകയാണ്, 76 ലക്ഷത്തിനാണ് വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ യു വിൽ ഇൻകർ സം ലോസ്. ആ 4 ലക്ഷം രൂപ പിന്നീട് നിങ്ങൾ ഈ ലീസ് ബാക്കുമായിട്ട് നടക്കുന്ന, ആദ്യം സെയിലാണല്ലോ നടക്കുക, പിന്നെ അതിന് ശേഷമാണ് ലീസ് ബാക്ക് നടക്കുക. ആ ലീസ് ബാക്ക് ട്രാൻസാക്ഷനിൽ നിങ്ങൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ലോസിനെ അമോർട്ടൈസ് ചെയ്യണം ആ ലീസ് പീരീഡിൽ എന്നാണ് പറയുന്നത്. പ്രാക്ടിക്കൽ സൈഡ് നമുക്ക് നോക്കാം, തിയററ്റിക്കലിയാണ് പറയുന്നത്. ഇങ്ങനെ അല്ലാതെയും വരാം. ഫെയർ മാർക്കറ്റ് വാല്യൂ ഇവിടെ 80 WDV, ഫെയർ മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ ഒരു 85 വിചാരിക്കുക, നിങ്ങൾ വിൽക്കുന്നത് 82 വിചാരിക്കുക. ഇങ്ങനെയും വരാം. അതായത് നമ്മൾ ബുക്ക് വാല്യൂ നോക്കുന്ന സമയത്ത് ലാഭമായിരിക്കും, ഫെയർ മാർക്കറ്റ് വാല്യൂ നോക്കുന്ന സമയത്ത് ലോസും ആയിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ പറയുന്നത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നിങ്ങളത് ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ് ചെയ്യണം. ബട്ട് ലോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് പിന്നീട് അതിനെ ലീസ് ബാക്ക് ട്രാൻസാക്ഷൻസുമായിട്ട് നിങ്ങൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യും എന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ എമൗണ്ടിനെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, അമോർട്ടൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ടെക്നിക്കൽ ലാംഗ്വേജ് ആണ്, ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തായിരിക്കും ക്ലിയർ ആവുക. അപ്പൊ ഇപ്പൊ ഇത് കേട്ടിട്ട് അയ്യോ ഒന്നും മനസ്സിലാവണില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ ആവണ്ട, വഴിയെ മനസ്സിലാവും. മൂന്നാമത്തെ, ഇനി ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ മുകളിൽ വിൽക്കുകയാണെങ്കിൽ അതും ആവാം. ദ എക്സസ് ഓവർ ഫെയർ വാല്യൂ ഷുഡ് ബി ഡെഫേർഡ് ആൻഡ് അമോർട്ടൈസ്ഡ് ഓവർ ദി പീരീഡ് ഫോർ വിച്ച് അസറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു ബി യൂസ്ഡ്. ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാളും മുകളിൽ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലീസ് ബാക്കുമായിട്ട് കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞ് അവർ എന്ത് ചെയ്യണം, അതിനെ ആ അസറ്റിന്റെ പീരീഡിലേക്ക് അമോർട്ടൈസ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. അഗൈൻ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നോക്കാം. തിയററ്റിക്കലി ജസ്റ്റ് ഒരു ബേസ് ഉണ്ടാക്കാൻ വേണ്ടി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ക്വസ്റ്റ്യൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. For operating leases, if the fair value at the time of sale and leaseback transaction is less than the carrying value of the amount, loss equal to the amount of difference between carrying amount and fair value should be recognized immediately. Loss ആണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ് ചെയ്യണം. അപ്പോൾ ഓക്കെ, കുറേ മൾട്ടിപ്പിൾ കേസസ് വരുന്നുണ്ട്. ഇതിപ്പോൾ ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. നേരെ നമ്മൾ ക്വസ്റ്റ്യൻ 3 നോക്കിയിട്ട് ഇത് ഓരോന്നും ഇതിൽ ഏത് കേസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. എനിവേ സിറ്റുവേഷൻ നമ്പർ 1 അല്ല നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 3. സിറ്റുവേഷൻ നമ്പർ 1 അല്ല നമ്മളുടെ ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3 പറഞ്ഞിരിക്കുന്ന ഡിഫറെന്റ് ഇൻസിഡൻസ് ഉണ്ട്. അത് ഇതിൽ ഏത് കേസ് ആണെന്ന് നോക്കണം. ആൻഡ് ആ കേസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ളത് തിയററ്റിക്കലി മനസ്സിലാവും. അപ്പൊ തിയററ്റിക്കലി വായിക്കുന്ന സമയത്ത് മനസ്സിലാവണമെന്ന് ഒരു നിർബന്ധമില്ല. എനിക്ക് തന്നെ ഇത് കണ്ടിട്ട് പ്രോബ്ലം നോക്കി കഴിഞ്ഞാലേ കാര്യം മനസ്സിലാവുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ടൈം ഒക്കെ നോക്കുമ്പോൾ ഇപ്പൊ അറിയാം, പറയുന്ന സമയത്ത് പഠിക്കുന്ന സമയത്തൊക്കെ തിയറി മാത്രം വായിച്ചു കഴിഞ്ഞാൽ ഇത് എന്തൊക്കെയോ അവർ പറയുന്നത്, എന്തൊക്കെയോ അമോർട്ടൈസ് ചെയ്യാൻ പറയണോ, എന്തൊക്കെയോ ഇത് ചെയ്യാൻ പറയണോ എന്നൊക്കെ തോന്നും. ബട്ട് ഇത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനും കണ്ട് ആ ക്വസ്റ്റ്യന്റെ നേർക്ക് നിങ്ങൾ ഈ കേസ് ഏതാണെന്ന് എഴുതി വെക്കുക. അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് വായിക്കുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമ്പിൾ പോലെ ഫീൽ ചെയ്യും. നോക്കുക, ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് 6-7 ഇൻസിഡൻസ് ഉണ്ട്. അതിന്റെ നേർക്ക് ഇത് കേസ് 1, ഇത് കേസ് 2 ആണെന്നൊക്കെ പറയുന്ന സമയത്ത് ഓക്കെ, തിരിച്ചു വന്ന് ഈ കേസ് 1ഉം കേസ് 2ഉം വായിക്കുന്ന സമയത്ത് എന്ത് തോന്നും, ഓക്കെ ഈ കേസ് 1ന്റെ എക്സാമ്പിൾ ആണ് മറ്റേ ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ ഐറ്റം എന്ന് പറഞ്ഞ് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് പഠിക്കേണ്ടത്. ദിസ് ഈസ് റിവേഴ്സ് ചാർജ് മെക്കാനിസം, RCM സെക്ഷൻ 9 IDT. എനിവേ നമ്മളെ IDTയിലോട്ടൊന്നും കടക്കണില്ല. ഇതൊരു റിവേഴ്സ് സ്റ്റഡി മെത്തേഡ് ആണെന്ന് വിചാരിച്ചാൽ മതി. നേരെ ക്വസ്റ്റ്യൻ നമ്പർ നോക്കാം. ഇതിൽ ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്ത് നോക്കണം, ഈ പറഞ്ഞ പോലെ ആ ക്വസ്റ്റ്യനിൽ ഇത് ഏത് കേസുമായിട്ടാണ് ബന്ധപ്പെട്ടതെന്ന് നോക്കുക, ഐഡന്റിഫൈ ചെയ്യുക. അത്രേ ഉള്ളൂ. ജസ്റ്റ് ഈ തിയറി എക്സാമിന് മുമ്പ് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ചെയ്യാനും പറ്റും. ഓക്കെ, നേരെ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോകും. ഓക്കെ, നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടുത്തെ ഏത് കേസ് ആണെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമുള്ളൂ. ഇനി ഈ കേസസ് കേസ് 1 ആണോ 2 ആണോ 3 ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇത് ബുക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും, ഇതെങ്ങനെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്.
2 3 തവണ ഇത് കേസ് 1 ആണ്, കേസ് 1ന്റെ തിയറി നോക്കുക. ഇത് കേസ് 2 ആണ്, കേസ് 2ന്റെ തിയറി നോക്കുക. കേസ് 3 ആണ്, കേസ് 3യുടെ തിയറി നോക്കുക. അതിൽ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ആൻസർ നോക്കുക. ശരി തന്നെ ആയിരിക്കും. ദർ ഈസ് നോ ഡിഫറൻസ്. ഓക്കെ, ഫസ്റ്റ് വൺ, മെഷീൻ ഒരു 80 ലക്ഷം രൂപയുടെ, ഓക്കെ, 80 lakh rupees WDV. ഇത് ആദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സെല്ലിംഗ് പ്രൈസ് 100. ദെൻ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓർ ഫെയർ വാല്യൂ അവർ ഓരോ ക്വസ്റ്റ്യനിൽ ഡിഫറെൻ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാന്നാണ് ചോദിക്കുന്നത്. WDVയേക്കാൾ എന്തായാലും സെല്ലിംഗ് പ്രൈസ് ഹയർ ആയിട്ടാണ് അവർ ആദ്യം തന്നിരിക്കുന്നത്. ദെൻ ഓരോ ഇൻഡിപെൻഡന്റ് കേസസ് ആണ്, 6 ഇൻഡിപെൻഡന്റ് കേസസ് തന്നിട്ടുണ്ട്. ഓരോന്ന് കാണുന്ന സമയത്ത് ഇത് ഏത് കാറ്റഗറിയിൽ വരിക എന്ന് നോക്കുക. ഞാൻ നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളിത് ഒറ്റയ്ക്ക് കണ്ടുപിടിക്കേണ്ടതായിരുന്നു. കിട്ടിയില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇനീഷ്യലി തന്നെ ചെയ്തു വെച്ചത്. നോട്ട് ചെയ്ത് വെച്ചോളൂ. ഫസ്റ്റ് കേസ് ഓരോന്ന് നോക്കുമ്പോൾ എഴുതി വെച്ചാലും മതി. സെയിൽ പ്രൈസ് ഓഫ് 100 lakh ഈസ് ഈക്വൽ ടു ഫെയർ വാല്യൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് കേസ്, ആകെ 3 കേസ് ഏതൊക്കെയാ? ഒന്ന് ഫെയർ മാർക്കറ്റ് വാല്യൂവും സെയിൽ പ്രൈസും സെയിം ആണെങ്കിൽ, പിന്നെ ഒന്ന് സെയിൽ പ്രൈസ് ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ 2, പിന്നെ ഒന്ന് സെയിൽ പ്രൈസ് ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ. ഇങ്ങനെയാണല്ലോ 3 കേസസ് വരുന്നത്. രണ്ടാമത്തെ കുറവുള്ളതും മൂന്നാമത്തെ കൂടുതലുള്ളതും അങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് വൺ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് കേസ് നമ്പർ 1. അതിൽ എന്താ പറയുന്നത്? അതായത് ഫെയർ മാർക്കറ്റ് വാല്യൂവും നമ്മളുടെ സെയിൽ പ്രൈസും സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു, ആ പ്രോഫിറ്റ് നമ്മൾ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാന്നാണ് പറയുന്നത്. പ്രോഫിറ്റോ ലോസോ എന്താണെങ്കിലും ഇവിടെ നമ്മൾ 80ന്റെ സാധനത്തിനെ 100-നാണ് വിൽക്കുന്നത്. പ്രോഫിറ്റ് ആണ്. ഫെയർ മാർക്കറ്റ് വാല്യൂവും സെയിൽ പ്രൈസ് ഈക്വൽ ആണ്. കേസ് നമ്പർ 1 ആണെന്ന് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്യണം? ഈ 20 lakhനെ ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ് ചെയ്താൽ മതി. നേരെ കേസ് 1 നോക്കൂ. കേസ് 1 എന്താ പറഞ്ഞിരിക്കുന്നത്? സെയിൽ പ്രൈസും ഫെയർ വാല്യൂവും സെയിം ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഇമ്മീഡിയറ്റ്ലി. പ്രോഫിറ്റ് ഓർ ലോസ് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മുടെ ബുക്ക് വാല്യൂവിനേക്കാൾ മുകളിലാണോ വിറ്റിരിക്കുന്നത്, താഴെയാണോ വിറ്റിരിക്കുന്നത് നോക്കുക. ഈ ക്വസ്റ്റ്യനിൽ നോക്കുന്ന സമയത്ത് 80ന്റെ സാധനത്തിന് 100-നാണ് വിറ്റിരിക്കുന്നത്. ദെൻ എന്ത് ചെയ്യണം? 20 ലക്ഷം രൂപ പ്രോഫിറ്റ് വിച്ച് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, ഫസ്റ്റ് വൺ, സെയിൽ പ്രൈസ് 100 lakh ഈസ് ഈക്വൽ ടു ഫെയർ വാല്യൂ, PQ ഷുഡ് ബി ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ്ഡ് 20 lakh. കേസ് നമ്പർ 1 എന്ന് ആൻസറിൽ മണി എഴുതി വെക്കും. പിന്നീട് മറക്കരുത്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ എക്സാമിന് വന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ആവും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേസുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, ഫെയർ വാല്യൂ ഈസ് 120 lakh എന്നാണ്. ഫെയർ വാല്യൂ 120 lakhലാണ്. അപ്പോ ഏതാ കേസ്? സെയിൽ പ്രൈസ് ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ താഴെ. സെല്ലിംഗ് പ്രൈസ് എത്രയാ? 100. ഫെയർ വാല്യൂ എത്രയാ? 120. ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? കേസ് 2-ലാണ് വരിക. സെയിൽ പ്രൈസ് ഫെയർ വാല്യൂവിനേക്കാൾ താഴെ. കേസ് നമ്പർ 2-ല് നമ്മുടെ അവിടുത്തെ എന്തായിരുന്നു? എവിടെ പോയി? സെല്ലിംഗ് പ്രൈസ് 100 ആണ്. ഫെയർ മാർക്കറ്റ് വാല്യൂ 120. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 120-നേക്കാൾ താഴെയാണ് 100 എന്ന് പറയുന്നത്. കേസ് നമ്പർ 2, പ്രോഫിറ്റ് ഓർ ലോസ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഇമ്മീഡിയറ്റ്ലി. ഒന്നാമത്തെ പോയിന്റ്. ഹൗവർ ഇഫ് ദി ലോസ് ഈസ് കോമ്പൻസേറ്റഡ് ബൈ ഫ്യൂച്ചർ ലീസ് പേയ്മെന്റ്. രണ്ടാമത്തെ കേസിൽ ലോസ് അല്ല, ഞാൻ വെക്കുന്നത് 100-നാണ്. അപ്പൊ പിന്നെ ആ ഒരു കേസിനെ പറ്റി നോക്കേണ്ട ആവശ്യമില്ല. 80ന്റെ സാധനം 100-ന് വിറ്റ് കഴിഞ്ഞാൽ എനിവേ പ്രോഫിറ്റ് ആണ്. ഫെയർ വാല്യൂവിനേക്കാളും താഴെയാണ് സെല്ലിംഗ് പ്രൈസ് എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റോ ലോസോ വന്നു കഴിഞ്ഞാൽ ഡയറക്ട്ലി റെക്കഗ്നൈസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നേരെ നോക്കിയാൽ മതി. ഇതാ രണ്ടാമത്തെ, ഫെയർ വാല്യൂ 120 ആണ്. ഓൾസോ പ്രോഫിറ്റ് 20 ലക്ഷമാണ്. ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ് ചെയ്തോളാം പറയാണ്. നോ ഇഷ്യൂ, അവിടെ ലോസ് വരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. മൂന്നാമത്തെ കേസ്, ഫെയർ വാല്യൂ 90 ആൻഡ് സെയിൽ പ്രൈസ് 76. അപ്പൊ ഇതും കേസ് നമ്പർ 2 ആണ്. ഫെയർ വാല്യൂവിനേക്കാൾ താഴെയാണ് സെല്ലിംഗ് പ്രൈസ്. ആൻഡ് നമ്മൾ വിൽക്കുന്നത് എത്രയ്ക്കാ? സെയിൽസ് പ്രൈസ് 76-നാണ് വിറ്റിരിക്കുന്നത്. എന്താണ്? 76-നാണ് വിറ്റിരിക്കുന്നത്. അപ്പൊ കേസ് നമ്പർ 2-ലത്തെ രണ്ടാമത്തെ കണ്ടീഷൻ ഇവിടെ അപ്ലിക്കബിൾ ആവും. ഏതാണ്? 80ന്റെ സാധനം 76-ന് വിറ്റപ്പോൾ ലോസ് വന്നു. ആൻഡ് ഈ ലോസിനെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അവരതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. അപ്പോൾ അതിലത്തെ ആ സെന്റൻസ് ആദ്യം നോക്കുക. കേസ് 2-ൽ എന്താ പറയുന്നത്? സെയിൽ പ്രൈസിനേക്കാൾ ഫെയർ മാർക്കറ്റ് വാല്യൂ കൂടുതലാണ് സെയിൽ പ്രൈസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ പ്രോഫിറ്റോ ലോസ് ആണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ് ചെയ്യാൻ പറയുന്നുണ്ട്. ആൻഡ് ലോസ് കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡെഫേർഡ് ആൻഡ് അമോർട്ടൈസ്ഡ് ഇൻ പ്രൊപ്പോർഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് അതിനെപ്പറ്റി അവരൊന്നും പറയുന്നില്ല. ആ വരുന്ന ലോസ് 80ന്റെ സാധനത്തിന് 76-ന് വിൽക്കുന്ന സമയത്ത് ലോസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ യു ഷുഡ് കോമ്പൻസേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇനി നടക്കാൻ പോകുന്ന ലീസ് ബാക്കുമായിട്ട് നിങ്ങൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അമോർട്ടൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. എനിവേ,
മൂന്നാമത്തേൽ നോക്കൂ, ഫെയർ വാല്യൂ ഓഫ് ലീസ്ഡ് മെഷീനറി 90, സെയിൽ പ്രൈസ് 76. 80 സാധനത്തിന് 76 വെക്കുന്നത്. ഇനിവേ ലോസ് ആണ് വരിക, 4 ലക്ഷം രൂപ ലോസ് വരും. ലോസ് 4 ലക്ഷം രൂപ വരും. ടു ബി ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ്ഡ് ബൈ PQ ഇൻ ദി ബുക്സ് ഓഫ് പ്രൊവൈഡഡ് ലോസ് ഈസ് നോട്ട് കോമ്പൻസേറ്റഡ് ബൈ ഫ്യൂച്ചർ ലീസ് പേയ്മെന്റ്, അതർവൈസ് ഇറ്റ് ക്യാൻ ഡെഫർ ആൻഡ് അമോർട്ടൈസ് ദി ലോസ്. ഫ്യൂച്ചർ ലീസ് പേയ്മെന്റിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ കണക്കാക്കണം. അത് അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ മാറും. ശരിയല്ലേ? പിന്നെ നാലാമത്തെ, ഇത് കേസ് 2. ഫെയർ വാല്യൂ 80, സെയിൽ പ്രൈസ് 100. ഇത് കേസ് 3 എത്തി. കേസ് 3 എത്താൻ കാരണം എന്താ? ഫെയർ വാല്യൂവിനേക്കാൾ സെയിൽ പ്രൈസ് കൂടുതലാണ്. മൂന്നാമത്തെ 80 കൂടുതലാണ് 100. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മൂന്നാമത്തെ കേസ് നോക്കാം. മൂന്നാമത്തെ എന്താ പറയുന്നത്? ദി എക്സസ് ഓവർ ഫെയർ വാല്യൂ ഷുഡ് ബി ഡെഫേർഡ് ആൻഡ് അമോർട്ടൈസ്ഡ് ഓവർ ദി പീരീഡ്. അസറ്റ് ഉപയോഗിക്കുന്ന കാലത്തിലേക്ക് ഇതിനെ അമോർട്ടൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ എത്രയാണോ സെയിൽ പ്രൈസ് കൂടിയിരിക്കുന്നത് ആ എമൗണ്ടിനെ. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ അവർ പറയുന്നത് 4. ഫെയർ വാല്യൂ 80, ബുക്കിലുള്ള വാല്യൂ 80 തന്നെയാണ്. അത് ശ്രദ്ധിക്കണേ, ബുക്കിലുള്ള വാല്യൂ 80, ഫെയർ വാല്യൂ 80. ഇതിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് ഇതിന്റെ ഡിഫറൻസ് അറിയാം. 80 ബുക്ക് വാല്യൂ, ഫെയർ വാല്യൂ 80. നിങ്ങൾ അതിനെ 100 വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ 20 ലക്ഷത്തിനെ അതിന്റെ അസറ്റിന്റെ പീരീഡിലോട്ട് അമോർട്ടൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നതിന്റെ മീനിങ്. വെൻ ഫെയർ വാല്യൂ ഈസ് 80 lakhs ആൻഡ് സെയിൽ പ്രൈസ് ഈസ് 100 lakhs, then profit of 20 lakhs is to be deferred and amortized over the lease period. ഇത് തന്നെയാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത്. കേസ് 3 എന്താ പറഞ്ഞിരിക്കുന്നത്? ഫെയർ വാല്യൂവിനേക്കാൾ മുകളിൽ പോകുന്ന എമൗണ്ടിനെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്? അമോർട്ടൈസ് ചെയ്യണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അതും ഇതുമായിട്ട് ലിങ്ക് ചെയ്യുക. വായിച്ച് മനസ്സിലാവില്ല പിള്ളേരെ, CMA ഇൻട്രത്തിയില്ലേ? എന്നാലും എൻ്റെ ഒരു സുഖത്തിന് ഞാൻ പറഞ്ഞു തരണമെന്ന് മാത്രം. ജസ്റ്റ് അതും ഇതും കണക്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഈ അഞ്ചാമത്തെ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ഫെയർ വാല്യൂ 92 ആണ്, സെയിൽ പ്രൈസ് 100 ആണ്. കേസ് 3 പറയുന്നത് ഫെയർ വാല്യൂവിനേക്കാൾ സെയിൽ പ്രൈസ് കൂടുതലാണെങ്കിൽ അത് ഡെഫർ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഫെയർ വാല്യൂ വരെയുള്ളതിന് അവരൊന്നും പറഞ്ഞിട്ടില്ല. ദാറ്റ് മീൻസ് നോക്ക്, 80 രൂപയുടെ സാധനം 92 ഫെയർ വാല്യൂ, അവരത് 100 വിൽക്കുന്നത്. ഇത് കേസ് 3 ആണ്. ഫെയർ വാല്യൂവിനേക്കാൾ കൂടുതൽ സെയിൽ വാല്യൂ ആണ്. കേസ് 3 ആണ്. ബട്ട് ഇത് മാത്രമേ ഡെഫർ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ പറയുന്നത് 80 അസറ്റിനെ 92 വിൽക്കണമെന്ന് പറയുന്ന സമയത്ത്, 92 ഫെയർ വാല്യൂ വരുന്ന സമയത്ത് ഇത് പ്രോഫിറ്റ് ഇത് റെക്കഗ്നൈസ് ചെയ്യാൻ തന്നെ വേണം. ഈ 92 100 വിൽക്കുന്ന സമയത്ത് ഫെയർ വാല്യൂവിനേക്കാൾ മുകളിൽ വരുന്ന സെയിൽ പ്രൈസിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഡെഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് ആ പോയിന്റ് എഴുതണം. വെൻ ഫെയർ വാല്യൂ ഈസ് 92 lakhs ആൻഡ് സെയിൽ പ്രൈസ് ഈസ് 100 lakhs, പ്രോഫിറ്റ് ഓഫ് 12 lakhs, ഈ പറഞ്ഞ ഇവിടുത്തെ പ്രോഫിറ്റ് 12, ഈ 12 അവര് ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ് ചെയ്യണം. ടു ബി ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ്ഡ് ഇൻ ബുക്സ് ആൻഡ് ബാലൻസ് പ്രോഫിറ്റ് ഓഫ് 8 lakhs ഈസ് ടു ബി അമോർട്ടൈസ്ഡ് ഓർ ഡെഫേർഡ്. ഫെയർ വാല്യൂവിനേക്കാൾ മുകളിൽ പോയിരിക്കുന്നതിന് എന്ത് ചെയ്യണം? ഡെഫർ ചെയ്ത് കൊണ്ടുപോകണം. ഇനി അടുത്തതും അടിപൊളിയാണ്. എഫും കേസ് 3 തന്നെയാണ്. പറഞ്ഞിരിക്കുന്നത് എന്താ? ഫെയർ വാല്യൂ 70 ആണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. ഇവിടുത്തെ കേസ് എന്താ? ഇവിടെ നോക്കിക്കോ, 80 അസറ്റ്, WDV 70. അപ്പൊ അവിടെ ഒരു ലോസ് വന്നു, 10 ലോസ് വന്നു. ദെൻ വിൽക്കുന്നത് 78. കേസ് 3 പ്രകാരം ഫെയർ വാല്യൂവിനേക്കാൾ മുകളിൽ സെയിൽ പ്രൈസ് വന്നു കഴിഞ്ഞാൽ എന്നാണ്, ഫെയർ വാല്യൂവിനേക്കാൾ സെയിൽ പ്രൈസ് വന്നു കഴിഞ്ഞാൽ ആ പ്രോഫിറ്റിനെ ഡെഫർ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ 8 ലക്ഷത്തിനെ ഡെഫർ ചെയ്യണം. ആൻഡ് 80 അസറ്റിനെ 70 വിൽക്കേണ്ടി വന്ന ആ അവസ്ഥയുണ്ടല്ലോ, അത് 10 ലക്ഷം രൂപ ലോസ് ആയിട്ട് നമ്മൾ ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ് ചെയ്യും വേണം. പോയിന്റ് ആലോചിച്ച് നോക്കിയേ, മനസ്സിലായി? ആക്ച്വലി നെറ്റ് 2 ലക്ഷം ലോസ് ഉള്ളൂ. ബട്ട് നിങ്ങളോട് പറയുകയാണ് ലോസ് 10 ലക്ഷം ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ് ചെയ്യാനും 8 ഡെഫർ ചെയ്യാനും ആസ് പെർ കേസ് 3. ഇതൊക്കെ ASലാണ് പറഞ്ഞിരിക്കുന്നത്. വെൻ ഫെയർ വാല്യൂ is 70 ആൻഡ് സെയിൽ പ്രൈസ് is 78, ലോസ് ഓഫ് 10 lakh, 80 70 പോയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ് ചെയ്യണം ആൻഡ് 8 lakhനെ ഡെഫർ ചെയ്യണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വെറുതെ ചുമ്മാ വായിച്ചിട്ട് പോയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം ഹോളിൽ മറന്നിട്ടുണ്ടാവും. ഇപ്പൊ അതിൽ കേസ് ഞാൻ മറ്റേ AS19 കണക്ട് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ആ പോയിന്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലിങ്ക് ചെയ്ത് പഠിക്കുക. ഈ കേസ് 1, കേസ് 2, കേസ് 3 മറ്റേത് നോട്ടിൽ എഴുതി എടുക്കുക. അത് നിങ്ങളുടെ PDF ഉണ്ട്. ബട്ട് ഇതവിടെ ഉണ്ട്. ഇതാണ്
ബട്ട് ഇങ്ങനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയാലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ CA മെറ്റീരിയലിന് റെഫർ ചെയ്തത്. ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ തന്നെയാണ് ഇതാ, ഇതിനെ തന്നെയാണ് ഞാൻ കേസ് 1, കേസ് 2, കേസ് 3 എന്ന് പറഞ്ഞ് CA മെറ്റീരിയലിൽ നിന്ന് നോക്കിയത്. ശരിയല്ലേ? ഓക്കെ, അപ്പൊ അതിന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇല്ലസ്ട്രേഷൻ 3 ഒന്നുമില്ല. ഇനി എക്സാം ഹോളിലൊക്കെ വരുന്ന സമയത്ത് അയ്യോ സാറേ എന്തോ ഒരു ക്വസ്റ്റ്യൻ വന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ടെൻഷൻ അടിക്കരുത്. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം, പിള്ളേർ തെറ്റിക്കും എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. പക്ഷെ നിങ്ങൾ പറയണം ഞങ്ങൾ വൃത്തിക്ക് ക്ലാസ് മനസ്സിലാക്കിയിട്ടുണ്ട്, പ്രൊവിഷനൊക്കെ AS19 ഒക്കെ ഞങ്ങൾക്ക് അറിയാം സാറേ എന്ന് പറഞ്ഞിട്ട് ഇത് എഴുതി വെക്കണം. വേണമെന്നുണ്ടെങ്കിൽ ആൻസർ എഴുതുന്ന സമയത്ത് നോട്ടും കൊടുക്കുക, ഇത് കേസ് 1 ആണ്, വെൻ സെയിൽ പ്രൈസും ഫെയർ പ്രൈസും സെയിം ആവുന്ന സമയത്ത്. ദെൻ ഇത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പ്രൊവിഷൻ എഴുതിയതിന് ശേഷം ആൻസർ എഴുതി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല, ഫുൾ മാർക്ക് കിട്ടും. തരാതിരിക്കാൻ അവർക്ക് ഒരു നിർവാഹവും ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ഷുഡ് റൈറ്റ് AS19 സെന്റൻസ് ആസ് പെർ AS19. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. 3 കേസ് ഉണ്ട്, 3 കേസിനെ ഇന്റർപ്രറ്റ് ചെയ്യാണ്. ദെൻ A is related to question number A is related to മറ്റേ പോയിന്റ് നമ്പർ 1, കേസ് നമ്പർ 1 നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുക. സിറ്റുവേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞ് കഥ എഴുതി കഴിഞ്ഞാൽ 7 ആണെങ്കിൽ 7, 10 ആണെങ്കിൽ 10 വാട്ടവർ ചാക്കിലിട്ടിട്ട് വാങ്ങിച്ചിട്ട് വരിക. ഒരു 53 നിൽക്കുന്നവരെ സംബന്ധിച്ച് 7 മാർക്ക് കിട്ടിയാലുള്ള ഗുണം ആലോചിക്കുക. ഇനി ഒരു പക്ഷേ 33 കിട്ടി, തോൽക്കാതിരിക്കട്ടെ, 33 ഒക്കെ കിട്ടുന്ന സമയത്ത് ഈ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തെറ്റിക്കുമ്പോഴുള്ള മാനസികാവസ്ഥ ആലോചിച്ച് നോക്കുക. ഓക്കെ, അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. വൃത്തിക്ക് പഠിച്ചൊരു സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ജസ്റ്റ് ആ തിയറി മനസ്സിലാക്കിയ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇവർ നേരെ ഏതാണ് കോൺസെപ്റ്റ് എന്ന് പോലും പറയാണ്ട് നേരെ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് തന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടാണ്. ഈ കഥയും വായിച്ചോളും. ഓക്കെ, സെയിൽ ആൻഡ് ലീസ് ബാക്ക് എന്ന് പറയുന്നത് ഈ ഒരു കഥയും വായിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി ഈസി ഫോർ യു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് ഇല്ലസ്ട്രേഷൻ നമ്പർ 4. ഓക്കെ, അടുത്തത് ജസ്റ്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ FM. നിങ്ങൾ സെക്കൻഡ് ഗ്രൂപ്പ് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ കുറച്ച് കോൺസെപ്റ്റും അക്കൗണ്ടിങ്ങിന്റെ കോൺസെപ്റ്റും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകളാണ്. പ്ലസ് ലെഡ്ജർ വരയ്ക്കലും ജേണലൊക്കെയാണ്. ആൻഡ് ഇതിൽ മനസ്സിലാക്കേണ്ടത് കുറച്ച് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാനുണ്ട്. നിങ്ങൾ ലീസ് പേയ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു ആനുവലി ഒരു സർട്ടൻ എമൗണ്ട് നിങ്ങൾ എല്ലാ വർഷവും ഫിക്സഡ് ആയിട്ട് ഒരു 1 ലക്ഷം രൂപ എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഈ 12 കൊല്ലം ഓരോ ലക്ഷം രൂപ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ നിങ്ങൾ പേ ചെയ്യുന്ന എമൗണ്ട് 12 lakh rupees ആണ്. ബട്ട് ആ 12 lakh rupees ഇന്ന് അതിന് ശരിക്കും പറഞ്ഞ 12 lakh rupeesന്റെ വാല്യൂ ഇല്ല, ടൈം വാല്യൂ ഓഫ് മണി കാരണം. ടൈം വാല്യൂ ഓഫ് മണിയൊക്കെ അറിയുന്നു വിചാരിക്കണം. ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഇന്ന് എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപയുള്ളതും നാളെ 1 ലക്ഷം രൂപയുള്ളതും വ്യത്യാസമുണ്ട്. പർച്ചേസിംഗ് പവർ പാരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ടൈം വാല്യൂ ഓഫ് മണി, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. പറയുന്നത് എത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഇന്ന് 1 ലക്ഷം രൂപ കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനം നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ ഇതേ സമയം 1 ലക്ഷം രൂപ കൊണ്ട് വാങ്ങിക്കാൻ പറ്റില്ല. ഇൻഫ്ലേഷൻ ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ ഇപ്പോൾ ഒരു യു ആർ പേയിങ് സം എമൗണ്ട് ആസ് ലീസ് റെന്റൽ 12 ഇയേഴ്സിലേക്ക് ഓരോ വർഷവും 1 lakh വെച്ച് പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലീസിന് വേണ്ടി നിങ്ങളുടെ ടോട്ടൽ ലൈബിലിറ്റി, നിങ്ങൾ കൊടുക്കേണ്ട ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി 12 lakh അല്ല. ഇന്ന് നമ്മൾ കണക്കാക്കുന്ന സമയത്ത് അത് 12 lakhനേക്കാൾ കുറവായിരിക്കും. നാളെ 1 ലക്ഷം പേ ചെയ്യുന്നതിനേക്കാൾ കുറവാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ അതിന്റെ വില എന്ന് പറയുന്നത്. നാളെ എപ്പോഴും ഫ്യൂച്ചറിൽ എപ്പോഴും പ്രൈസ് ഇൻഫ്ലേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. വിച്ച് മീൻസ് അസറ്റ് നമ്മളുടെ ബുക്സിൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. അത് കേസസ് ഒക്കെ ഉണ്ട്. നമ്മൾ അത്രയ്ക്ക് ഇൻഡെപ്തിലൂടെ പഠിക്കുന്നില്ല. നമ്മൾ ഫൈനലി ഇൻഡേസ് 116 എന്ന് പറഞ്ഞാൽ അവിടെയാണ് റൈറ്റ് ടു യൂസ് അസറ്റ്, ROU അസറ്റ്, ഫിനാൻഷ്യൽ ലൈബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് ഒരുപാടായിട്ട് പഠിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, നിങ്ങളൊരു അസറ്റ് ലീസിന് എടുത്തു കഴിഞ്ഞാൽ ആ അസറ്റ് ലീസിന് എടുത്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു സാധനം റെക്കഗ്നൈസ് ചെയ്യണം. ഇപ്പോ അസറ്റ് അണ്ടർ ഫൈനാൻസ് ലീസ്, ഇങ്ങനെ ഒരു ലെഡ്ജർ അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. ഇത് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ലെഡ്ജറിന്റെ പേരുണ്ട്, എന്താ, ഫിക്സഡ് അസറ്റ് അണ്ടർ ഫൈനാൻസ് ലീസ്, അസറ്റ് അണ്ടർ ഫൈനാൻസ് ലീസ്. ഇവിടെ നിങ്ങളൊരു നോർമലി ഒരു അസറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അസറ്റ് അക്കൗണ്ട് അറ്റ് ബാങ്ക് എന്ന് എഴുതുന്നത് പോലെ എഴുതാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ഇതിന് നമുക്ക് ഓണർഷിപ്പ് ഇല്ല, നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുന്നതാണ്. ബട്ട് 90%-നേക്കാൾ അതിന്റെ സബ്സ്റ്റാൻഷ്യൽ പീരീഡിനേക്കാൾ കൂടുതൽ 90%-നേക്കാൾ കൂടുതൽ ഞാൻ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റെക്കഗ്നൈസ് ദാറ്റ് പെർട്ടിക്കുലർ അസറ്റ് ആസ് അസറ്റ് അണ്ടർ ഫൈനാൻസ് ലീസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട ഒരു ഐറ്റം ആണ്. ഈ അസറ്റ് ഇനീഷ്യലി ഞാൻ എത്ര രൂപയ്ക്ക് റെക്കഗ്നൈസ് ചെയ്യും എന്നുള്ളത് ബേസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ
1,00,000 രൂപ വെച്ച് നിങ്ങൾ 12 വർഷം പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ആർ പേയിങ് 12 lakh ടോട്ടലി. ബട്ട് നിങ്ങൾക്ക് ഇന്ന് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഈ ഒരു അസറ്റിനെ റെക്കഗ്നൈസ് ചെയ്യണം. നിങ്ങളത് 12 കൊല്ലമൊക്കെ ഉപയോഗിക്കാൻ പോവാണ്. ടോട്ടലി നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ 13 വർഷമാണ് ആ അസറ്റിന്റെ ആയുസ്. ആ 13 വർഷത്തിൽ നിങ്ങൾ 12 കൊല്ലം നിങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഫൈനാൻസ് ലീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഫൈനാൻസ് ലീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അസറ്റ് അണ്ടർ ഫൈനാൻസ് ലീസ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. നോർമലി വരുന്ന എൻട്രി അസറ്റ് അണ്ടർ ഫൈനാൻസ് ലീസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും. ഇറ്റ്സ് ആൻ അസറ്റ്. ഓക്കെ. 2, നമ്മൾ അസറ്റ് വാങ്ങിക്കുമ്പോൾ എൻട്രി ചെയ്യുന്ന അസറ്റ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. ഇവിടെ അസറ്റ് അക്കൗണ്ട് അറ്റ് ടു ഫൈനാൻസ് ലീസ് എന്ന് എഴുതിയിട്ട് നമ്മൾ എഴുതുന്നത് ലീസ് ലയബിലിറ്റി. ഇത് നമ്മൾ അയാൾക്ക് കൊടുക്കാനുള്ള എമൗണ്ട്. ഓരോ വർഷം എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലയബിലിറ്റി നമ്മൾ കൊടുത്തു തീർത്തോണ്ടേ ഇരിക്കും. ഒരു പെർട്ടിക്കുലർ ലീസ് എമൗണ്ട് കൊടുക്കുന്നുണ്ടല്ലോ, അത് കൊടുത്തോണ്ടേ ഇരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ടിൽ ശരിക്കും പറഞ്ഞാൽ ആ അസറ്റിന്റെ വാല്യൂ മാത്രമല്ല ഉള്ളത്, നിങ്ങളൊരു ഇൻട്രസ്റ്റ് കൂടി പേ ചെയ്യുന്നുണ്ട്. നിങ്ങൾ 12 കൊല്ലം കൊണ്ടാണ് ആ അസറ്റിന്റെ പേയ്മെന്റ് ഫുള്ള് കൊടുത്തു തീർക്കുന്നത്. ദെൻ there it comes interest element. ഇൻട്രസ്റ്റ് എലമെന്റ്. ഈ ഇൻട്രസ്റ്റ് എലമെന്റ് നിങ്ങൾ പേ ചെയ്യുന്ന ഈ ഇൻസ്റ്റാൾമെന്റിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആനുവൽ ലീസ് റെന്റലിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അസറ്റിന് വേണ്ടി മാത്രമല്ല പേ ചെയ്യുന്നത്, എന്തിനു കൂടി വേണ്ടി പേ ചെയ്യുന്നുണ്ട്? ഇൻട്രസ്റ്റ് എലമെന്റിന് കൂടി പേ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. മേ ബി 7 മാർക്കിനോ 10 മാർക്കിനോ ഒക്കെ ചോദിക്കാം. ബട്ട് ബേസിക് ലോജിക് അറിഞ്ഞാൽ മതി. ബേസിക് ലോജിക് എന്താ പിള്ളേരെ? ഇതാ, സാധാരണ നമ്മൾ സാറേ അസറ്റ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്ന് എഴുതും. നമ്മൾ അതിന് വരെ എന്ത് എഴുതാൻ പോവുകയാണ്? അസറ്റ് അണ്ടർ ഫൈനാൻസ് ലീസ് അക്കൗണ്ട് അറ്റർ ടു ലീസ് ലൈബിലിറ്റി. ഓക്കെ സാറേ, അപ്പൊ ഇൻട്രസ്റ്റ് ഒക്കെ കണക്കാക്കണം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കണക്കാക്കാനൊന്നും വലിയ പണിയൊന്നുമില്ല. നിങ്ങൾ ടോട്ടൽ എത്രയാണ് പേ ചെയ്യണമെന്ന് നോക്കുക. ഇപ്പോൾ ഒരു 1,00,000 രൂപ വെച്ച് 12 വർഷമാണ് പേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിനെ പ്രസന്റ് വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യുക. 1/1 + r⁻n എന്നൊക്കെ പറഞ്ഞ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 1/1 + r⁻n എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വർഷത്തെയും പ്രസന്റ് വാല്യൂ ഫാക്ടർ കിട്ടും. ഈ പ്രസന്റ് വാല്യൂ ഫാക്ടർ ഇനി FM അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. പ്രസന്റ് വാല്യൂ ഫാക്ടർ എന്ന് പറയുന്നത് നാളെ കൊടുക്കുന്ന 1,00,000ന് ഇന്ന് എത്രയാണ് വില എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു വാല്യൂ ആണ്. 1/1 + r⁻n. ഈ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. നമ്മൾ ഏത് ഇയർ എൻ്റെ ആണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ FM-ലോട്ട് കൂടുതൽ കടക്കണില്ല. ഇന്ന് 1,00,000 രൂപ കൊടുത്താൽ അതിന് 1,00,000 രൂപ വാല്യൂ ഉണ്ട്. നാളെ 1,00,000 ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ഇന്നത്തെ വാല്യൂ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രസന്റ് വാല്യൂ ഫാക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യം അസറ്റ് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് എന്ന് എഴുതുന്നത് പോലെ അസറ്റ് അണ്ടർ ഫൈനാൻസ് ലീസ് അക്കൗണ്ട് അറ്റർ ടു ലീസ് ലൈബിലിറ്റി എന്ന് എഴുതണം. എഴുതുന്ന സമയത്ത് എനിക്ക് അറിയില്ല അസറ്റിന്റെ വാല്യൂ എത്രയാണെന്നുള്ളത്, അതിനെ ഞാൻ റെക്കഗ്നൈസ് ചെയ്യണം. അത് കണ്ടുപിടിക്കലാണ് ആദ്യത്തെ പരിപാടി. അതിന് എന്ത് ചെയ്താൽ മതി? നമ്മൾ കൊടുക്കുന്ന ടോട്ടൽ ലീസ് പേയ്മെന്റ് നോക്കുക. 1,00,000 12 കൊല്ലം. അതിനെ ഇന്നത്തെ പ്രസന്റ് വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് പ്രസന്റ് വാല്യൂവിന്റെ കൂടെ പ്രസന്റ് വാല്യൂ ആനുവിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ട്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് അറിയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ChatGPT-യിൽ എവിടെയെങ്കിലും അടിച്ചു കൊടുത്താൽ പോലും മതി. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കോൺസെപ്റ്റിലോട്ട് കടക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ കുറെ എമൗണ്ടിന്റെ ഇന്നത്തെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ദെൻ അതിനെ റെക്കഗ്നൈസ് ചെയ്യുക. റെക്കഗ്നൈസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് അസറ്റ് അണ്ടർ ഫൈനാൻസ് ലീസിനെയാണ്. അപ്പൊ ഈ അസറ്റിന് സാറേ നോർമലി ഡിപ്രീസിയേഷൻ കൊടുക്കണോ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ കൊടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ കൊടുക്കാം. ദെൻ പിന്നെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത് ലീസ് ലയബിലിറ്റിയാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. ലീസ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഇന്നത്തെ വാല്യൂ ആണ്. നമ്മൾ ഓരോ വർഷവും ആ ലയബിലിറ്റിയുടെ മുകളിൽ ഇൻട്രസ്റ്റ് കൊടുത്തോണ്ടേയിരിക്കണം. ആ ലീസ് ലയബിലിറ്റി കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഇൻട്രസ്റ്റ് ഒരു എക്സ്പെൻസ് ആണ്. ആ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, ഒരുപാട് ഇൻഡെപ്ത് ആയിട്ട് പറയാൻ നമ്മുടെ റെഗുലർ ഇതല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചുരുക്കി റിവൈസ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. എനിവേ പറഞ്ഞെന്ന് മാത്രം. അസറ്റിന് ഡിപ്രീസിയേഷൻ കൊടുക്കണം. ലീസ് ലൈബിലിറ്റി എന്ന് പറയുന്നത് ഇന്നത്തെ പ്രസന്റ് വാല്യൂ ആണ്. ഞാൻ ഓരോ വർഷം കഴിഞ്ഞ് കൊടുക്കുമ്പോഴും അതിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനെ ഫൈനാൻസ് ചാർജ് എന്നാണ് പറയാം. ദാറ്റ്സ് പ്യൂർലി ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാന്നാണ് നോക്കുന്നത്? ദെൻ ഈ പ്രസന്റ് വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അന്നത്തെ കുറെ എമൗണ്ടിനെ നമ്മൾ ഇന്നത്തെ പ്രസന്റ് വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇന്നത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ ആയിട്ട് വേണമെങ്കിൽ അതിനെ കമ്പയർ ചെയ്യാം. വിച്ച് എവർ ഈസ് ലോവർ അത് എടുത്താൽ മതി എന്നാണ് AS 19 പറയുന്നത്. അതായത് 12
ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമ്മൾ ഓരോ ലക്ഷത്തിനെ പേ ചെയ്യുന്നു. ടോട്ടൽ 12 ലക്ഷം. അതിന് ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് മേ ബി ഒരു 9 ലാക്കേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഫെയർ മാർക്കറ്റ് വാല്യൂ 10 ആണെന്നുണ്ടെങ്കിൽ 10ഉം 9ഉം ആയിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ ലോവർ എടുത്താൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലീസ് ടേം 4 കൊല്ലം. കാര്യങ്ങൾ എളുപ്പമാണ്. 4 കൊല്ലം. ഫെയർ മാർക്കറ്റ് വാല്യൂ, ഫെയർ വാല്യൂ മറ്റേ ലീസ് തുടങ്ങുന്ന സമയത്ത് അതിന്റെ വാല്യൂ, ഈ ലീസിന് ഇത്രയാണ് വാല്യൂ എന്ന് പറഞ്ഞ് അവർ കൺസിഡർ ചെയ്യുന്നത് 16 ലാക്ക്. ലീസ് റെന്റ് 5 ലാക്ക് പെർ അനം അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. 5 ലക്ഷം 5 ലക്ഷം 5 ലക്ഷം 5 ലക്ഷം. സാറേ അപ്പൊ ടോട്ടൽ 20 ലക്ഷം അല്ലേ ലീസ്? അല്ലടാ, അതല്ലേ ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കണം. 20 ലക്ഷം അല്ല ലീസ്. നാളെ കൊടുക്കണ 5 ലക്ഷത്തിന് ഇന്നത്തെ വില എന്ന് പറയുന്നത് 5 ലക്ഷം അല്ല, അതിനേക്കാളും കുറവാണ്. 2 കൊല്ലം കഴിഞ്ഞ് കൊടുക്കണ 5 ലക്ഷത്തിന് അതിനേക്കാളും വില കുറവാണ്. 3 കൊല്ലം കഴിഞ്ഞ് കൊടുക്കണ 5 ലക്ഷത്തിന് അതിനേക്കാളും വില കുറവാണ്. അപ്പൊ ഇപ്പൊ നോക്കുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ 20 ലാക്ക് വരില്ല, അതിനേക്കാളും കുറവാണ് വരിക. കുറച്ച് FM ഒന്ന് പോയി പൊടി തട്ടിയിട്ട് വരിക. ഗ്യാരണ്ടീഡ് റെസിഡ്വൽ വാല്യൂ, ഇതൊക്കെ ഓൾറെഡി അറിയുന്നതാണെന്ന് വിചാരിക്കണം. നമ്മൾക്ക് ലീസ് കഴിയുന്ന സമയത്ത് നമുക്ക് ശരിക്കും കയ്യിൽ കിട്ടുന്ന എമൗണ്ട്. എക്സ്പെക്ടഡ് റെസിഡ്വൽ വാല്യൂ 3. നമുക്ക് ഇതേ എടുക്കേണ്ടി വരുള്ളൂ. 1 ലാക്ക് ആണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് റേറ്റ് ഇംപ്ലിസിറ്റ് അവർ തന്നിട്ടുണ്ട്. 14.97% ആണ് മാർക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഈ ഇത് വെച്ചിട്ടാണ് ഇതിനെ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയും. ഡിസ്കൗണ്ട് റേറ്റ്. ഈ റേറ്റിൽ നമ്മൾ ഈ 5 ലക്ഷം രൂപയെ ഡിസ്കൗണ്ട് ചെയ്യണം. 1/1+r⁻n എന്ന് പറഞ്ഞ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം, 5 ലക്ഷം 5 ലക്ഷം 5 ലക്ഷം 5 ലക്ഷം. ഇയർ 1ൽ 5 ലക്ഷം, ഇയർ 2ൽ 5 ലക്ഷം, ഇയർ 3ൽ 5 ലക്ഷം, ഇയർ 4ൽ 5 ലക്ഷം. ഇതിനൊക്കെ എന്ത് ചെയ്യുക, ഈ 4 എണ്ണത്തിനെയും 14.97% ഓരോ വർഷത്തിലേക്കും ഡിസ്കൗണ്ട് ചെയ്യണം. യൂസ് ചെയ്യേണ്ട റേഷ്യോ മറ്റേ റേഷ്യോ ആണ്. ക്വസ്റ്റ്യനിൽ മിക്കവാറും ഒരു പ്രസന്റ് വാല്യൂ ഫാക്ടർ തരും. ഓക്കെ, പ്രസന്റ് വാല്യൂ ഫാക്ടർ എന്ന് പറയുന്നത് ഇവിടെ ക്വസ്റ്റ്യനിലുണ്ട്. ഈ 0.8698, 0.7565, 0.6580, 0.5724 എന്നുള്ളതൊക്കെ നോർമലി ക്വസ്റ്റ്യനിൽ തരും. ഇനി തന്നിട്ടില്ലെങ്കിൽ എങ്ങനെയാ സാറേ കണ്ടുപിടിക്കുക? ഇപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഈ 0.8698 FM അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. 1/1+r എന്നാണ് പറയുന്നത്. ഇവിടെ r 14.97% ആണ്. അതിനെ നമ്മൾ പോയിന്റ്സിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ 1+0.1497. ഓക്കെ, ഇത് ഏതാ ഇയർ? റേസ് ടു n ഉണ്ട്. n എന്ന് പറയുന്നത് നമ്മളുടെ ഇയർ 1 ആണ്. അപ്പോൾ റേസ് ടു 1 എന്നിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ 0.8698 കിട്ടും. കാൽക്കുലേറ്ററിൽ എങ്ങനെ കണക്കാക്കുക? 1/1.1497 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0.8698 എന്ന് കിട്ടും. പോയിന്റ് മനസ്സിലായോ? ഓക്കെ, കാൽക്കുലേറ്ററിൽ എളുപ്പ വഴിയുണ്ട്. സെക്കൻഡ് ഇയറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈക്വൽ ടു ഒരിക്കൽ കൂടി അടിച്ചാൽ മതി. ശരിക്കും അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/1+0.1497 സ്ക്വയർ ആണ്. രണ്ടാമത്തെ വർഷത്തിൽ n മാറും, 2 ആവും. തേർഡ് ഇയറിൽ 3 ആവും. കാൽക്കുലേറ്ററിൽ ചെയ്യാൻ എളുപ്പ വഴിയുണ്ട്. ഫസ്റ്റ് ഇയർ കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് കാണുക. 1/1.1497 ചെയ്തിട്ട് ഈക്വൽ ടു അടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിന്റെ കിട്ടും. ഒരിക്കൽ കൂടി ഈക്വൽ ടു അടിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറിലെ കിട്ടും. 0.7565. തേർഡ് 0.6580. ഫോർത്ത് 0.57235. അപ്പൊ 24. ഓക്കെ, ഇത് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇക്വേഷൻ ഇതാണ്, 1/1+r. ഈ r എന്ന് പറയുന്ന പോയിന്റിലേക്ക് ആക്കുക, റേസ് ടു n എന്ന് പറയുന്ന ഇയർ. അപ്പൊ 5 ലക്ഷത്തിന് ഒരു വർഷം കഴിഞ്ഞ് ഫസ്റ്റ് ഇയറിന്റെ എൻഡിലാണ് കൊടുക്കുന്നത്. അപ്പൊ 1 കൊല്ലം കഴിഞ്ഞു. 1 കൊല്ലം ഡിസംബർ 31 ഞാൻ കൊടുക്കാൻ പോവുകയാണ്. അന്ന് കൊടുക്കുന്ന സമയത്ത് 5 ലക്ഷത്തിന്റെ ഇന്നത്തെ വില, നമ്മളിപ്പോ സ്റ്റാർട്ടിങ്ങിലാണ് നിൽക്കണം. ഇന്നത്തെ അതിന്റെ വില എന്ന് പറയുന്നത് വെറും 4,34,900, 4,34,900. ആൻഡ് പിന്നെ കൊടുക്കാൻ പോകുന്നത് 5 ലാക്ക്. പിന്നെയുള്ളത് പിന്നെയും 5 ലാക്ക് ആണ്. ലാസ്റ്റ് നമ്മൾ റെസിഡ്വൽ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും ആ മെഷീനിന് എങ്ങനെ പോയാലും 1 ലക്ഷം രൂപ കിട്ടുന്നതാണ് പറയുന്നത്. അത് തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ 5 ലാക്ക് പ്ലസ് 1 ലാക്കും കൂടി ചേർത്ത് 6 ലാക്കിനെ ഇന്നത്തേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ഇന്ന് ഞാൻ റെക്കഗ്നൈസ് ചെയ്യാൻ പോകുന്നത് അസറ്റ് അണ്ടർ ലീസിനെയും ലീസ് ലൈബിലിറ്റി ഞാൻ റെക്കഗ്നൈസ് ചെയ്യാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് 14,85,590 ആണ്. ശരിയല്ലേ? ഓക്കെ, ഇതെല്ലാം കൂടി ചെയ്യുക. മാത്തമാറ്റിക്സ് ആണ് കണക്ക്. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ 14,85,590 എന്ന് പറഞ്ഞ് കിട്ടും. ഓൾ ഗുഡ്. ഓക്കെ, ആൻഡ് ഇതിനെയും നേരത്തെ പറഞ്ഞതുപോലെ ഈ 16 ലാക്കിനെയും കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്തിട്ട് വിച്ച് എവർ ഈസ് ലോവറിനെയാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ എടുക്കേണ്ടത്. ശരിയല്ലേ? ഓക്കെ, അപ്പൊ ഇതിൽ ഏറ്റവും ലോവർ ഏതാ? 14,85,590.
ഇനിയാണ് സെക്കൻഡ് സ്റ്റേജ്. ഇതിന് നമ്മളിപ്പോൾ എങ്ങനെ എൻട്രി പാസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊന്നും ജേണൽ എൻട്രി എന്ന് അവർ എഴുതിയിട്ടില്ല. ഇതിന്റെ എൻട്രി അസറ്റ് അണ്ടർ ഫൈനാൻസ് ലീസ് അക്കൗണ്ട് ഡെറ്റർ ടു ലീസ് ലൈബിലിറ്റി. ഈ അസറ്റ് അണ്ടർ ഫൈനാൻസ് ലീസ് എന്ന് പറയുന്നത് അസറ്റ് ആണ്, ലീസ് ലൈബിലിറ്റി എന്ന് പറയുന്നത് ലൈബിലിറ്റി ആണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ. അപ്പൊ അതായി. ദെൻ അതിനുശേഷം ഈ അസറ്റിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്രീസിയേറ്റ് ചെയ്യും. അതേപോലെ ഈ ലീസ് ലൈബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീപേയ്മെന്റ് ഷെഡ്യൂൾ ഉണ്ടാക്കണം. ഇത് ലയബിലിറ്റി ആണ്, ഞാൻ പേ ചെയ്യുന്നത് 4 വർഷം കൊണ്ടാണ് ഞാൻ റീപേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് റീപേ ചെയ്യുക? റീപേ ചെയ്യുന്ന സമയത്ത് ഓപ്പണിംഗ് ലൈബിലിറ്റി 14,85,590 ആണ്. ഇതിന്റെ മുകളിൽ ഓരോ വർഷം എന്ത് വരും? 14 പോയിന്റ്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചർ വാല്യൂവിനെ പ്രസന്റ് വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്തു. ആൻഡ് ഓരോ വർഷവും നമ്മൾ കടക്കുന്ന സമയത്ത് ഞാനിത് എങ്ങനെയാണ് ഇത് റീപേ ചെയ്യാൻ പോകുന്നത്? ഇതിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഞാൻ കൊടുക്കണം. ആ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് ഫൈനാൻസ് ചാർജ് എന്ന് പറഞ്ഞ് നമ്മൾ ആനുവൽ ലീസ് റെന്റൽ ഉണ്ടല്ലോ, ഈ 5 ലക്ഷത്തിനെ നിങ്ങൾ പ്രിൻസിപ്പളിലേക്ക് എത്രയാണ് കൊടുക്കുന്നത്, ഇൻട്രസ്റ്റ് കോമ്പോണന്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യണത്. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണം. ഓക്കെ, ഈ 5 ലക്ഷം കൊടുക്കുന്നത് പ്രിൻസിപ്പളിന് വേണ്ടിയിട്ടുമാണ്, പ്ലസ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടുമാണ്. ഇതൊരു ലോൺ എടുത്തതാണെന്ന് വിചാരിക്കുക. ലോൺ ആണെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കില്ലേ? അപ്പൊ ഈ 14,85,590 ലീസ് ലൈബിലിറ്റി ആണെങ്കിൽ 14.97% 5 കൊല്ലത്തേക്ക് നിങ്ങൾ റീപേ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ കാൽക്കുലേഷൻസ് വരിക? ജസ്റ്റ് +1 +2 ലോൺ റീപേയ്മെന്റ് ഷെഡ്യൂൾ എന്നൊക്കെ പറഞ്ഞ് പഠിക്കാനുണ്ട്. സെയിം വേ. ഓക്കെ, സ്റ്റാർട്ടിങ് 14.97%. ഇതെങ്ങനെ ചെയ്യേണ്ടത്? ഇയർ 1, ഇയർ 0 ഞാനിപ്പോൾ ലോൺ എടുത്തു 14,85,590. ഇയർ 0യുടെ അവസാനമാവുന്ന സമയത്ത്, അതായത് ഇയർ 1, ഇയർ 0 എന്ന് പറഞ്ഞ് ഇന്ന് പ്രസന്റ്, ഇയർ 1 ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ 14.97% ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുക. 14,85,590 × 0.1497. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2,22,393 ആണ് ഇൻട്രസ്റ്റ്. ഞാൻ റീപേ ചെയ്യുന്നത് എത്രയാ? 5 ലക്ഷം. ശരിയാണോ? 5 ലക്ഷമാണ് ഞാൻ റീപേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 14,85,590 രൂപ ലൈബിലിറ്റി ഉണ്ട്. അതിന്റെ മുകളിൽ 2,22,393 രൂപ ഇൻട്രസ്റ്റ് വരും. അതിന് ആഡ് ചെയ്യുക 22 14,85,590 പ്ലസ് 2,22,393 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ നിങ്ങൾ ലൈബിലിറ്റി, ഇപ്പൊ നിലവിൽ നിൽക്കുന്ന ലൈബിലിറ്റി എന്ന് പറയുന്നത് ഇയർ 1 0 കഴിഞ്ഞ് 1 എത്തിയ സമയത്ത് 17,07,983 ആണ്. ഇതിൽ നിങ്ങൾ ഇയർ 1 ഒരു എമൗണ്ട് റീപേ ചെയ്യുന്നുണ്ട്. റീപേ ചെയ്യുന്ന എമൗണ്ട് 5 ലക്ഷമാണ്. 5 ലക്ഷം പേ ചെയ്യുന്ന സമയത്ത് -5 ലക്ഷം ചെയ്തു കഴിഞ്ഞാൽ ഇയർ 1 ബിഗിനിങ്ങിൽ നിങ്ങളുടെ ലൈബിലിറ്റി എന്ന് പറയുന്നത് 12,07,983. സ്ക്രീന് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് കോർണറിലായ അതാ. ഓക്കെ, സ്ക്രീന് കാണുന്നുണ്ടോ? സ്റ്റക്കായ? ഓക്കെ, കാണുന്നുണ്ട് എന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ആൻസർ വരും. എടാ പിള്ളേരെ, ഒരു ലോൺ എടുത്തു, ആ ലോണിന്റെ റീപേയ്മെന്റ് ആണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വർക്കിംഗ്സ് ഇവിടെ തന്നെ ഉണ്ട്. 14,85,590. ഇത് ഇയർ 0 നമ്മൾ ഇന്ന് റെക്കഗ്നൈസ് ചെയ്തു. ഒരു വർഷം കഴിയുമ്പോൾ എന്ത് വരും? ഇതിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് വരും. 14,85,590 14.97% ആണ് 2,22,393. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പൊ ടോട്ടൽ ലൈബിലിറ്റി എത്രയാണെന്ന് കിട്ടും. അന്ന് എന്ത് മൈനസ് ചെയ്യണം? ഈ പറഞ്ഞ 5 lakh റുപ്പി എന്താ പറഞ്ഞ 5 lakh റീപേയ്മെന്റ് ആണ്. ഇത് ആഡ് ചെയ്തിട്ട് അതിന്ന് 5 ലക്ഷം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 12,07,983 കിട്ടും. പിന്നെ ഇതെന്താ സാറേ? ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ 5 ലക്ഷത്തില് 2 കോമ്പോണന്റ് ഉണ്ട്. സ്ക്രീന് കാണുന്നില്ല, സ്റ്റക്കായ? ഇല്ലല്ലോ, സ്റ്റക്കായി തോന്നുന്നു. ഒരു മിനിറ്റ്. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഇതാണ്. ഈ 2,77,607 എന്താണ്? ഞാൻ റീപേ ചെയ്യുന്നത് 5 lakh. 5 lakhന്റെ ഒരു പോർഷൻ ഇൻട്രസ്റ്റ് ആണ്, ഒരു പോർഷൻ പ്രിൻസിപ്പൽ റീപേയ്മെന്റ് ആണ്. അപ്പൊ ആ ഇൻട്രസ്റ്റ് കണക്കാക്കാൻ എന്ത് പറഞ്ഞു? 14,85,590 14.97% അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2,22,393 കിട്ടും. ഞാൻ ടോട്ടൽ റീപേ ചെയ്യുന്ന എമൗണ്ട് 5 lakh ആണെങ്കിൽ അതിന്ന് 2,22,393
393 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2,77,607 എന്ന് പറഞ്ഞ് കിട്ടും. ഇത് പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ റിഡക്ഷൻ എന്ന് പറയും. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതില്ലെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. എനിവേ, അപ്പോൾ ദെൻ നെക്സ്റ്റ് ഇയർ ശരിക്കും എന്ത് ചെയ്താൽ മതി? 14,85,590 പ്ലസ് 14.97% മൈനസ് 5 ലക്ഷം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിഗർ കിട്ടും. ദെൻ അടുത്ത വർഷം എന്ത് ചെയ്യും? 12,07,983 14.97% ആഡ് ചെയ്യുക. അതൊന്ന് 5 ലക്ഷം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 8,88,000. അങ്ങനെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവസാനം അത് 0 ആയി പോകും. എന്നിട്ട് ഇനി നിങ്ങൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ചോദിക്കുന്നത്. ഇവിടെ താഴെ പറയുന്നുണ്ട് ഈ P&L എന്തൊക്കെയാണ് വരിക. P&L വരുന്നത് എല്ലാ വർഷവും നിങ്ങളുടെ ഫൈനാൻസ് ചാർജ്, ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് 2,22,393, 1,80,835, 1,33,056, 78,125. ഇത് എല്ലാ വർഷവും P&L എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് വരും. ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് വരുന്നത് പോലെ. പിന്നെ ഈ 14,85,590 ഡിപ്രീസിയേഷൻ കണക്കാക്കേണ്ടി വരും. ഇവിടെ പോയി ഒരു മിനിറ്റ്, P&L വരുന്നത് ഇവിടെ കാണിച്ചു തരാം. എന്താ ഡിപ്രീസിയേഷൻ എല്ലാ വർഷവും ഈക്വൽ ആണ്. 14,85,590 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ 3,71,397. ഇതെങ്ങനെ കിട്ടിയത്? 14,85,590 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, 3,71,000. ഇതെന്ന് പറയുന്നത് നമ്മൾ ആ ടേബിൾ വെച്ചിട്ട് കണ്ടുപിടിച്ചത്. ചെയ്തു നോക്കണം. ജസ്റ്റ് ഒരു റിവിഷൻ പോലെ പറഞ്ഞു തരികയാണ്. പുതിയ ക്വസ്റ്റ്യൻസ് വന്നു എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനും ഇതിൽ മെക്കാനിക്കലാണ്, ഫുൾ മാത്സ് യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ട പരിപാടികളാണ്. എനിവേ, ഇനി ഇവർ ഏതൊക്കെ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്ന ഷോ അക്കൗണ്ടിങ് ഇൻ ദി ബുക്സ് ഓഫ് ലെസ്സി. ഓക്കെ, ലെസ്സിയുടെ ബുക്കിൽ നമ്മൾ ലീസ് റെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ലീസ് റെന്റ് എല്ലാ വർഷവും നമ്മൾ 5 ലക്ഷമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 5 ലക്ഷത്തിൽ 2,22 ഓരോ വർഷവും, അതും അതിന്റെ ലീസ് ലൈബിലിറ്റിയുടെ സ്പ്ലിറ്റും. പ്രിൻസിപ്പൽ കോമ്പോണന്റ് എത്രയാണ്, അതേപോലെ തന്നെ റെന്റിന്റെ കോമ്പോണന്റ് എത്രയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇത് മാത്രം എഴുതിയാലും മതി. ലീസ് റെന്റ് അക്കൗണ്ട് ടു ബാങ്ക് 5 ലക്ഷം, ലീസ് റെന്റ് അക്കൗണ്ട് ടു ബാങ്ക് 5 ലക്ഷം എന്ന് പറഞ്ഞ് എഴുതിയാലും നോ ഇഷ്യൂ. ഇത്രയ്ക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിന് ചോദിക്കില്ല. ഇത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടി അവർ തന്നിരിക്കുകയാണ്. ചോദിക്കാൻ ചാൻസ് കുറവാണ്. ചോദിക്കുകയാണെങ്കിലും 7 മാർക്കിന് ഇത്ര ആയിരിക്കില്ല. ചോദിക്കുകയാണെങ്കിൽ ഇതിനേക്കാളും മാർക്ക് ഉണ്ടാവും. 7 മാർക്ക് പോരാ, അതിനേക്കാളും കൂടുതൽ മാർക്സ് തരും. ലീസ് ലൈബിലിറ്റി അക്കൗണ്ട് ഒരു ലൈബിലിറ്റി വരയ്ക്കുന്ന പോലെ തന്നെ വരയ്ക്കുക. ബൈ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങും. ഇതിന്റെ എൻട്രി എന്തായിരുന്നു? ഈ 14,85,500 എൻട്രി എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് അണ്ടർ ലീസ് അക്കൗണ്ട് ഡെറ്റർ ടു ലീസ് ലൈബിലിറ്റി എന്ന് പറഞ്ഞ എൻട്രി ഇട്ടു. അപ്പോൾ ഈ ടു ലീസ് ലൈബിലിറ്റി ആണ് നമ്മൾ ബൈ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞ് എഴുതുന്നത്. അതിൻ്റെ കൂടെ ഓരോ വർഷം ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുക, ലീസ് റെന്റിൽ മൈനസ് ചെയ്യുക. അതാണ് നോർമലി ചെയ്യുക. ഓക്കെ അല്ലേ? ഇതിലവിടെ പോയി 14 ഫൈനാൻസ് ലീസ് റെന്റിൽ നമ്മൾ മൈനസ് ചെയ്യണം. ഇവിടെ ഇൻട്രസ്റ്റ് ഇവിടെ ആഡ് ചെയ്തിട്ട് ഇവിടുന്ന് 5 lakh വേണമെങ്കിൽ മൈനസ് ചെയ്താലും സെയിം ആൻസർ കിട്ടും. ദാറ്റ് ഇസ് നോ ഇഷ്യൂ. മൾട്ടിപ്പിൾ രീതിയിൽ നമുക്ക് സെയിം ക്വസ്റ്റ്യൻ ചെയ്യാം. ജസ്റ്റ് ആദ്യം ഈ കാൽക്കുലേഷൻ മനസ്സിലാക്കി തന്നെ നിങ്ങളുടെ പകുതി പ്രശ്നം തീരും. ദെൻ P&L പറഞ്ഞു. ബാലൻസ് ഷീറ്റിൽ വരുന്ന സമയത്ത് എല്ലാ വർഷവും ഇതിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ട് കാണിക്കുക. ലയബിലിറ്റി ഇവിടെ തന്നിട്ടുണ്ടല്ലോ, നമ്മളിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഫസ്റ്റ് വർഷം കഴിയുന്ന സമയത്ത് 12,07,000 ആണ്, ദെൻ 8,88,000 ആണ്, ദെൻ 5,21,000. കുറച്ച് ക്രിസ്പായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു തന്നു എന്ന് വിചാരിക്കണം. ജസ്റ്റ് ഒരു റിവിഷൻ പോലെ വിചാരിക്കുക. ഇൻഡെപ്ത് ആയിട്ടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം പറഞ്ഞാൽ ഏകദേശം 1.5 മണിക്കൂർ വേണ്ടി വരും. നമ്മൾ അതിലോട്ട് കടക്കണില്ല. വേണ്ട കാര്യം ക്രിസ്പായിട്ട് നിങ്ങളുടെ ഇതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി വരച്ച് നോക്കിയാൽ മതി. എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇതേപോലെ തന്നെ 2-3 ക്വസ്റ്റ്യൻസ് താഴെ ഉണ്ടോന്നു അതിന്റെ ഞാൻ ക്വസ്റ്റ്യൻ നമ്പറും പറഞ്ഞുതരാം. ഡിഫറെന്റ് ആയിട്ട് ഡ്യൂപ്ലിക്കേഷൻ ഇല്ലാത്ത വേറെ വല്ല ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ ആ ഇനീഷ്യലി ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ? അസറ്റ് അണ്ടർ ലീസ് അക്കൗണ്ട് ഡെറ്റ് ടു ലീസ് ലൈബിലിറ്റി എന്ന് എഴുതണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം പ്രസന്റ് വാല്യൂവിൽ ഈ പറഞ്ഞ ലീസ് ലൈബിലിറ്റിയും അസറ്റ് അണ്ടർ ലീസും കണ്ടുപിടിക്കാൻ വേണ്ടി പ്രസന്റ് വാല്യൂവിൽ കമ്പ്യൂട്ടേഷൻ കണക്കാക്കും. ദെൻ ഈ ലീസ് ലൈബിലിറ്റി സെറ്റിൽ ചെയ്യുന്നതിന്റെ റീപേയ്മെന്റ് ഷെഡ്യൂള്. ലീസ് ലൈബിലിറ്റി നമ്മൾ ഇൻട്രസ്റ്റ് ആഡ് ചെയ്ത് പ്രിൻസിപ്പൽ പേ ചെയ്യുന്ന ആനുവൽ റെന്റ് മൈനസ് ചെയ്ത് ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കുന്ന റീപേയ്മെന്റ് ഷെഡ്യൂൾ വരച്ചു കഴിഞ്ഞാൽ ആൻസർ വിൽ ബി ഓവർ. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. വലിയ ഇഷ്യൂ ഇല്ല. സിമിലർ ക്വസ്റ്റ്യൻ ഉണ്ട്, മാർക്ക് ചെയ്ത് തരാം.
ഡ്യൂപ്ലിക്കേഷൻ അല്ലാത്ത വേറെ വല്ല ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യും. ഓക്കെ, മെയിനായിട്ട് കയറി വന്നിരിക്കുന്നത് ഇതാണുള്ളത്. നോക്കുന്ന സമയത്ത് 4 ഈ പറഞ്ഞ പോലെ ലെസ്സിയുടെ പോയിന്റ് ഓഫ് വ്യൂല്, ദെൻ 5 സെയിം ഐറ്റം ലെസ്സറുടെ പോയിന്റ് ഓഫ് വ്യൂല് എങ്ങനെയാണെന്നുള്ളതാണ്. ജസ്റ്റ് പുതിയ കോൺസെപ്റ്റ് ഒന്നും അല്ല, ഈ സാധനം ലെസ്സറുടെ ബുക്സിൽ എങ്ങനെ വരും എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതൊരു കുഞ്ഞ് ടേബിളാണ്, നമ്മളുടെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ. ജസ്റ്റ് അതൊന്ന് നോക്കുക. ദെൻ 6ാമത്തെ ക്വസ്റ്റ്യനും ഇല്ലസ്ട്രേഷൻ 2ഉം സിമിലർ ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ അത് ഓൾറെഡി ബുക്കിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യന്റെ ചെറിയൊരു വേരിയേഷൻ ആണ്. ഇല്ലസ്ട്രേഷൻ നമ്പർ 6, പുതിയ കോൺസെപ്റ്റോ കാര്യങ്ങളൊന്നും അല്ല. പുതിയ കോൺസെപ്റ്റ് ഈ പറഞ്ഞ പോലെ ROU സെറ്റ്, ഇൻഡേഴ്സ് പറഞ്ഞ് ഇൻഡേഴ്സിലാണ് നമ്മൾ ഈ ROU സെറ്റ് എന്ന് പറയുന്നത്. റൈറ്റ് ടു യൂസ് അസറ്റ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുക. ഇൻഡേഴ്സ് 116 AS19 അസറ്റ് അണ്ടർ ലീസ് എന്ന് പറയും, അല്ലെങ്കിൽ ലീസ്ഡ് അസറ്റ് എന്നൊക്കെ പറയും. ലീസ്ഡ് അസറ്റ് അക്കൗണ്ട് ടു ലീസ് ലൈബിലിറ്റി, അസറ്റിന് ഡിപ്രീസിയേഷൻ കണക്കാക്കണം, ലീസ് ലൈബിലിറ്റിക്ക് റീപേയ്മെന്റ് ഷെഡ്യൂൾ വരച്ച് ഇൻട്രസ്റ്റ് കോസ്റ്റ് ഒക്കെ കണക്കാക്കണം. അതാണ് പുതിയൊരു കോൺസെപ്റ്റ് ആകെ ലീസിൽ വന്നിരിക്കുന്നത്. ഇല്ലസ്ട്രേഷൻ 6 2ന് തുല്യമാണ്. ദെൻ ഇല്ലസ്ട്രേഷൻ 7 നമ്മളെ 5ഉം 5 4ന്റെയും 5ന്റെയും കോമ്പിനേഷൻ. അപ്പൊ ഇതൊന്നും പുതിയതല്ല, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ലീസിലുള്ള ഐറ്റംസ് തന്നെയാണ്. ടോട്ടൽ 5 ക്വസ്റ്റ്യൻ ആണ് പുതിയത്. എൻറ്റയർലി ന്യൂ എന്ന് പറയുന്നത് 2 എണ്ണമാണ്. ആ 2 എണ്ണമാണ് നമ്മളിവിടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇത് ചെയ്തിട്ട് എന്തെങ്കിലും എനിവേ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റിൽ മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് പറഞ്ഞുതരാം. വായിച്ചു നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഈ ഡിസ്കൗണ്ട് റേറ്റ് ഒക്കെ വന്ന് എന്താണ് കൺഫ്യൂഷൻ ആവണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഹൈലി ന്യൂ കോൺസെപ്റ്റ് ആയിട്ടുള്ള 2 എണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ അല്ലേ? ഓക്കെ, അത് കഴിഞ്ഞ പിള്ളേരെ കഴിഞ്ഞു, ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? കഴിഞ്ഞതാ. ഈ ഡിപ്രീസിയേഷൻ്റെ എൻട്രി, ഫൈനാൻസ് ചാർജിന്റെ എൻട്രി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്, റിപ്പീറ്റഡ് ആണ്. ഈ 2 എണ്ണം എന്തായാലും നോക്കിയിട്ട് പോവുക. എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് വരുന്നതും ഇപ്പൊ പറഞ്ഞ 2 എണ്ണത്തിന് ഏതെങ്കിലും വന്നാലും വരാം. ഓർ ലെസ്സറുടെ ബുക്സ് വരികയാണെന്നുണ്ടെങ്കിൽ അത് അതിനനുസരിച്ച് നോക്കുക. ഇല്ലസ്ട്രേഷൻ നമ്പർ 2ഉം 6ഉം സിമിലർ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ലീസിൽ പുതുതായിട്ടുള്ളത് ഇത്ര ഉള്ളത് കൊണ്ട് ഇതിവിടെ അവസാനിപ്പിക്കാം. വളരെ കുറച്ച് റിവിഷൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞു തരുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി നേരെ റെക്ടിഫിക്കേഷനും ബിൽ ഓഫ് എക്സ്ചേഞ്ചും എല്ലാം കൂടി ഒരു 1.5 മണിക്കൂറിൽ പരിപാടി തരും. 10 മാർക്ക് കിട്ടുകയാണെങ്കിൽ കളയണ്ടല്ലോ. ഓക്കെ അല്ലേ? അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഈ 5 എണ്ണത്തിൽ 2 എണ്ണം നമ്മൾ പറഞ്ഞു, സിമിലറും ഒഴിവാക്കി. ദെൻ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മടിയും വേണ്ട, ജസ്റ്റ് ഞങ്ങളുടെ അടുത്ത് പറയൂ. അല്ലെങ്കിൽ നമുക്കിവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടെലഗ്രാം ചാനലുണ്ട്, അതിൽ ഫാക്കൽറ്റീസ് ഒക്കെ ഉണ്ട് പഠിപ്പിക്കുന്ന. ചിലപ്പോൾ എനിക്ക് സമയം കിട്ടിയില്ലെങ്കിലൊന്നും വേണ്ട, ഫാക്കൽറ്റീസ് വേറെ അവൈലബിൾ ആണ്. നിങ്ങളുടെ ഡൗട്ടുകൾ പ്രോപ്പറായിട്ട് പറഞ്ഞു തരും. ടെലഗ്രാം ഗ്രൂപ്പിൽ ഡൗട്ട് ചോദിച്ചാലും മതി. ഓക്കെ അല്ലേ? കുറച്ചൊരു ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കണം. എക്സാമിന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ആവട്ടെ എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണ്. ഓക്കെ, ഹോപ്പ് യു ഗൈസ് എൻജോയ് ദി സെഷൻ. നമുക്ക് നേരെ അടുത്തതിൽ റെക്ടിഫിക്കേഷൻ നോക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? സീ യു ഇൻ ദി നെക്സ്റ്റ് സെഷൻ.